അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ, ദൈവം തന്ന വലിയ സമയത്തിനെയും സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കടന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രത്യേകമായി ശുശ്രൂഷ ക്ഷണിച്ച കർത്താവിന്റെ ദാസിയും കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ രാത്രിയിൽ കടന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കും. ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോട് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടും. ഈ ദിനരാത്രങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തിരിച്ചറിയുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്ന നല്ല വിധങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവിന്റെ വലിയ മാറ്റമില്ലാത്ത സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനും അനുഗ്രഹത്തിനും കാരണമായി മാറട്ടെ എന്ന് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം തന്ന ചില ആത്മീയ ചിന്ത നിങ്ങളുമായിട്ട് ഇന്ന് രാത്രി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് പുസ്തകം എടുക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ ശബ്ദമുയർത്തി ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വെളിപ്പാട് പുസ്തകം. ആമേൻ, സ്തോത്രം. ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. താർക്കും അടച്ചുകൂടും. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യം നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കർത്താവിനെയും നിങ്ങളിൽ ഒരുവനെ പോലെ ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയുടെ കൂടെ കർത്തൃസന്നതിലായിരിക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. സ്തോത്രം. വചനം വായിക്കുന്ന ഫിലദൽഫ്യ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും, വിശുദ്ധനും സത്യവാനും. ആമേൻ, സ്തോത്രം. ദാവീദിന്റെ താക്കോലുള്ളവനുമായി. ആമേൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കും. ഇതിന് നല്ല ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്ന, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കും. ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്ത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ മുമ്പില് ഒരു വാതിൽ തുറന്നേക്കാമെന്നല്ല, തുറന്നു വെച്ചിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഈ പ്രാർത്ഥനയിൽ ചില ദൈവിക വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി ഈ മീറ്റിങ്ങിനകത്ത് സംബന്ധിക്കുന്ന ദൈവമക്കളുണ്ട്. അവരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മോട് വ്യക്തമായി സംസാരിക്കും. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു, യോഹന്നാൻ അപ്പോസ്തലന്റെ വെളിപ്പാടല്ല. ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഒരാമയും പറയാമോ? യോഹന്നാൻ അപ്പോസ്തലന്റെ വെളിപ്പാടല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. വചനത്തിൽ 1-ാം വാക്യം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പാട് എന്ന വാക്കിനർത്ഥം നമുക്കറിയാം, മറ നീക്കുക എന്നുള്ളതാ, അല്ലേ? എവിടെയോ മറ പിടിച്ച് കിടന്ന മറയെ മാറ്റി അടുത്ത കാലത്ത് സംഭവിക്കാനുള്ള ചില കാര്യങ്ങളെ വിളിച്ചറിയിക്കുന്ന ബൈബിളിലെ ഏക പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സ്തോത്രം. വചനത്തിൽ എന്താ വായിക്കുന്നത്? കർത്താവിന്റെ വെളിപ്പാട്, ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. യേശു ക്രിസ്തുവിന്റെ ശക്തമായ വെളിപ്പാട് നേരിട്ട് പ്രാപിച്ചത് യോഹന്നാൻ ഒഴിച്ച് അപ്പോസ്തലനായ പൗലോസാണ്. ക്രിസ്തുവിന്റെ വെളിപ്പാട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ വെളിപ്പാട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിശ്ചയമായും അവനോട് കർത്താവിന് ഒത്തിരി കാര്യം ഇടപെടാനുണ്ട്. വെളിപ്പാട് അറിയിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വെളിപ്പാട് അറിയിക്കുക. ഒത്തിരി ശുശ്രൂഷകളൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രവചന ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷകൾ, ഒത്തിരി ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ വെളിപ്പാടിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ആർക്കും ഹാൻഡ് ഓവർ ചെയ്യാത്തൊരു കാര്യമാണ്. എന്നാൽ അത് കിട്ടിയവരുണ്ടെങ്കിൽ അവർ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ശക്തമാണ്. അത് ചിലവരുടെ മേൽ മാത്രം ദൈവത്തിന്റെ ആത്മാവ് പകരുന്നത്. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് തന്നൊരു ദൈവിക ദൂതെന്ന് പറയുന്നത്, ചില ദൈവിക പ്രവൃത്തി ചിലരിൽ ചിലരിലേക്കെന്ന് പകരാൻ വേണ്ടി ഒരു അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ കരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മ വെളിപ്പാട് കൈമാറിയതുപോലെ ഈ പ്രാർത്ഥനയിൽ അതേ ചില ദൈവിക പദ്ധതികൾ കൈമാറാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം 7 സഭയുണ്ട്. 7 സഭയുടെ ദൂതൻ എഴുതുന്നു,
ഈ 7 സഭയിൽ ഉള്ളതിലും ഈ 2 സഭയെ പറ്റി കർത്താവ് കുറ്റമൊന്നും പറഞ്ഞില്ല. ബാക്കി 5 സഭയെ പറ്റി കർത്താവ് കുറ്റങ്ങളാ പറഞ്ഞു. ആമേൻ. നമ്മളോടൊക്കെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഈ 2 സഭയിൽ നിന്ന് തുയഥൈരയും ഫിലദൽഫിയും 2 സഭയെ നോക്കുമ്പോൾ കർത്താവ് കാര്യമായിട്ട് കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല. എഫെസോസിനെ കണ്ടിട്ടേ കർത്താവ് പറഞ്ഞു, നീ നീ ഒന്ന് മാനസാന്തരപ്പെടണം. നമ്മളെയൊക്കെ കാണുമ്പോഴേ കർത്താവ് അങ്ങനെ പറയുള്ളൂ, ഒന്ന് മാനസാന്തരപ്പെടണം. അല്ലെ? ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന എന്താണ് ഈ വിഷയം കൊണ്ട് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ കർത്താവിനകത്ത് ചില ദൈവിക ആലോചന എന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് സ്തോത്രം സകലതും വിട്ടെറിഞ്ഞിട്ട് പുറത്തു വരുന്ന മാനസാന്തരം എന്ന് പറയുന്നത്. പണ്ടൊരിക്കലും ഒരാൾ പറഞ്ഞു, സ്തോത്രം കഴിഞ്ഞ വർഷം 5 പേരുടെ കുറ്റമേ പറയത്തുള്ളായിരുന്നു, ഇപ്പോൾ ഞാൻ 2 പേരായിട്ട് ചുരുക്കി എന്ന് പറഞ്ഞാലും അതിന് പറയുന്ന മാനസാന്തരം എന്നാ, മനസ്സിനുണ്ടാകുന്ന ഭാവമെന്ന. അപ്പോ മുഴുമാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു നല്ല മാനസാന്തരം? പൗലോസ് പറഞ്ഞു, ദൈനംദിന ജീവിതത്തിൽ ഞാൻ മാനസാന്തരപ്പെടുക, എല്ലാ ദിവസവും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക, എല്ലാ ദിവസവും ഞാൻ ആ മാനസാന്തരപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് സഭയോടുള്ള ബന്ധത്തിൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. എഫെസോസിന് പറഞ്ഞത്, നിന്റെ നിലവിളക്ക് ആ നിലയിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞ് നിന്നെ കുറിച്ചൊരു കുറ്റം എനിക്ക് പറയാനുണ്ട്. അവിടെ തുടങ്ങി കർത്താവ് സഭയോട് കുറ്റങ്ങളാ പറയുന്നത്. എന്നാൽ തുയഥൈര സഭയെ പറ്റി ദൈവം കുറ്റം പറഞ്ഞില്ല. ഫിലദൽഫിയ സഭയെ പറ്റി കർത്താവ് കുറ്റം പറയാതെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില വാതിൽ തുറന്നു വെച്ചിരിക്കുക. ആ വചനത്തിലേക്ക് അത് കടന്നു വരട്ടെ. ഫിലദൽഫിയ സഭയോട് പറഞ്ഞത്, വിശുദ്ധനാണ് ഞാൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒത്തിരി വിശുദ്ധന്മാർ ഈ കാലഘട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി വിശുദ്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാനാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഈ കാലഘട്ടത്തിനകത്ത് ഇറങ്ങിപ്പോ സ്തോത്രം കർത്താവ് പറഞ്ഞു, ഞാനാണ് വിശുദ്ധൻ, ഞാനാണ് വിശുദ്ധൻ. കർത്താവ് അത് വ്യക്തമായിട്ട് ഉറപ്പിക്കുക. ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതുക, സഭയ്ക്ക് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ. ഈ വചനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനെ അറിയിച്ചൊരു ദൈവിക വെളിപ്പാടാ. ഈ സ്തോത്രം ഈ താക്കോൽ കൈമാറ്റം ചെയ്തത് അപ്പോസ്തലനായ യോഹന്നാനേക്കാൾ കൂടുതൽ അഭിഷക്തനായിരിക്കുന്ന പത്രോസിനാണ്. പത്രോസിന്റെ മേലെ ദൈവം അധികാരത്തിന്റെ താക്കോല് കൈമാറ്റം ചെയ്തത്. അങ്ങനെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, അധികാരത്തിന്റെ താക്കോൽ നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ അവരാത്മാവിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോണം. ദൈവാത്മ പറയുന്നു, എല്ലാവരുടെ മേലും പകരാത്ത ചിലത്, എല്ലാരോടും ഇടപെടാത്ത ചിലത്, ആർക്കും കൊടുക്കാത്ത ചിലത് ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രാപിച്ചെടുത്തുകൊണ്ടേ പോകാവുള്ളൂ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ വീടുകളിലൊക്കെ പ്രാർത്ഥന വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിലൊക്കെ ഒരു 7 ദിവസം 3 ദിവസമൊക്കെ പ്രാർത്ഥന വെക്കുമ്പോൾ എന്തുമാത്രം റിസ്ക് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവരെ വീട് അടിച്ചു വാരും. സ്തോത്രം. അവരെ പരിസരം വൃത്തിയാക്കും. സ്തോത്രം. വരുന്ന ദൈവദാസന്മാരെ മാനിക്കാൻ വേണ്ടി നല്ല ചെയർ, സ്തോത്രം, എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും. ഒത്തിരി ഒരുക്കമുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ കാതലായ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഒരുക്കമെന്നുള്ളതാ. ആമേൻ. 7 ദിവസം ദൈവസന്നിധി, ഈ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, ഒരുക്കത്തോടെ വളരെ ഭവ്യതയോടെ ഈ ദിവസങ്ങളിൽ കർത്തൃസന്നിധിയിൽ കടന്നു വരുന്നവരെ കർത്താവ് ഇന്ന് പകലിൽ ആദരിക്കുന്ന പകൽക്കാലം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. ആമേൻ. അവൻ വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാണ്. അവൻ അശുദ്ധി ഉള്ളിടത്ത് വസിക്കുന്ന ദൈവമല്ല. അങ്ങനെങ്കിൽ ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ വിശുദ്ധന് നമ്മോട് ഇടപെടാനുണ്ട്. ആമേൻ. നമ്മുടെ നല്ലവനായ കർത്താവിന് നമ്മോട് സംസാരിക്കാനുണ്ട്. അവൻ വിശുദ്ധനാണ്. രണ്ടാമത്തെ പദം, അവൻ സത്യവാനാണ്. ആമേൻ. ദാവീദിന്റെ താക്കോലുള്ളവനാണ്. ആമേൻ. ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആര് തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാൻ അധികാരമുള്ളവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയില് ചില ദൈവിക വാതിലുകൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കാൻ പോകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരും അടയ്ക്കാതെ വണ്ണം ആമേൻ. ചില വാതിലുകളെ തുറക്കാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഉണ്ട്. എവിടെയൊക്കെയോ വാതിൽ അടഞ്ഞവരുണ്ട്, എവിടെയൊക്കെ നിരാശയോടെ ഭാരപ്പെടുന്നവരുണ്ട്, ഇതിനകത്ത് വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ അടഞ്ഞ വാതിലിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, ഈ വാതിൽ എനിക്കൊന്ന് തുറക്കപ്പെടണമേ, എന്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു ഐശ്വര്യം ഉണ്ടാകണമേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല കാലം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്വ പറയുന്ന, കുഞ്ഞെ, വിശുദ്ധനും സത്യവാനും ആമേൻ
ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി നിന്നോട് വ്യക്തമായി ഇടപെട്ടിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ കാതലായ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇറങ്ങുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഈ പ്രാർത്ഥനയിൽ ചില വാതിലുകൾ എന്റെ മുകളിൽ തുറക്കപ്പെടാൻ പോകുകയാ. അടഞ്ഞു കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവിക പദ്ധതികൾ ആരംഭിക്കാൻ ദൈവത്തിനും ഈ രാത്രിയിലും പദ്ധതിയുണ്ട്. ആമേൻ. ഫിലദൽഫിയ സഭയെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചത്, പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഉപവസിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെ വാതിൽ മുഴുവൻ അടഞ്ഞു കിടക്കുക. കഴിഞ്ഞ ദിവസം എന്നെ സ്നേഹിത കാമേൻ ഒരു കർത്തൃദാസൻ എന്നെ വിളിച്ചു പറഞ്ഞു, അവർക്ക് തലമുറയില്ല. ആമേശ്വരം 22 വർഷമായി തലമുറയിൽ 22 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടത് ഒരു കർത്തൃദാസനും ദൈവദാസനും. ഒത്തിരി നിന്ദകൾ അവരെ കേട്ടു. പക്ഷെ അവരുടെ മുമ്പിൽ വരുന്ന പ്രാർത്ഥന വിഷയം മുഴുവനും തലമുറയില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാനാണ്. ആമേൻ. ഹാലലൂയ. കടം മാറിയിട്ട് കടക്കാർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു കാര്യത്തിൽ നടക്കത്തില്ല. ഇതുള്ളപ്പോഴേ അങ്ങ് പ്രാർത്ഥന ആരംഭിക്കണം. സ്തോത്രം. അപ്പോ ഇവർക്ക് തലമുറയില്ല, പക്ഷെ ഇവരുടെ മുമ്പിൽ വരുന്ന പ്രാർത്ഥന വിഷയം മുഴുവനും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന സഹോദരങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളാണ് വരുന്നത്. പക്ഷെ അവർ ചിന്തിച്ചില്ല, അവരെ കുഞ്ഞിന് വേണ്ടി, അവർക്കൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവര് വരുന്ന വിഷയത്തിന് വേണ്ടി ശക്തമാണ് പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവരെ വിഷയം നടന്നില്ലേലും വിഷയമില്ല, വന്ന വിഷയത്തിനകത്ത് എന്റെ അടുക്കൽ വരുന്ന വിഷയത്തിനകത്ത് വിടുതൽ വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസ്. അവര് പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ നവംബറിൽ 22 വർഷത്തിന് ശേഷം ദൈവം അവർക്കൊരു ശക്തമായ വിടുതൽ അയച്ചു. സ്തോത്രം. എന്നാൽ അവരെന്നോട് ഒരു സാക്ഷ്യം പറഞ്ഞത്, സ്തോത്രം, 40 പേരിലധികം ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ നന്മ പ്രാപിച്ച് തലമുറയുമായിട്ട് ഇന്ന് ജീവിക്കുന്നവരുണ്ട്. ആ സമയത്തൊക്കെ അവര് ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ പല വിഷയത്തിന് പ്രാർത്ഥിച്ചു, പലർക്കും വിടുതൽ കിട്ടുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്നാൽ 22 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രവാചകന്റെ കരസ്പർശനമില്ലാതെ, ഒരു ദൈവമക്കളുടെയും പ്രാർത്ഥന ഫലമില്ലാതെ ഇവർ ഇന്നലകളിൽ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി ദൈവാത്മാവരെ കരത്തി കൊടുക്കാൻ ഇടവന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിഷയം തീർന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു പ്രാർത്ഥനയും നടക്കത്തില്ല. നമ്മൾ വിഷയത്തിനകത്ത് നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അകക്കണ്ണ് തുറക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. സത്യവാനാണ് നിന്നോട് അരുളി ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ വ്യക്തമായി ഇടപെടുകയാണ്. സമയം അമ്മ വിശുദ്ധനായവൻ നിങ്ങളോട് ഇടപെടുകയാ, സത്യവാൻ നിങ്ങളോട് ഇടപെടുകയാ. ആരും അടയ്ക്കാതെ വണ്ണം ചില വാതിൽ തുറക്കും. ഞാൻ ഇന്ന് പറഞ്ഞാൽ ചിലതൊക്കെ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. ആമേൻ. തുറക്കപ്പെട്ട വാതിലുകളെ അടയ്ക്കാൻ വേണ്ടി ചില ജീവിതങ്ങൾ ഇങ്ങനെ വെമ്പൽ കൊണ്ട് മാനസികമായി തകർത്ത് കളയുവാൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തോട് പറയുന്നു, കുഞ്ഞെ, നിനക്ക് വേണ്ടി തുറക്കേണ്ട വാതിൽ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളോട് കരയുന്ന, നിലവിളിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്ന, വഴി അടഞ്ഞു കിടക്കുന്ന, മാർഗം അടഞ്ഞു കിടക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, സത്യവാൻ നിങ്ങൾ അരുളി ചെയ്യുകയാണ്, നിങ്ങൾ പാർക്കുന്ന ഇടത്തെ സാധ്യതകൾ നിങ്ങൾക്ക് എതിരാണ്. ഒരു സാധ്യതകളും നിങ്ങളുടെ മുമ്പിലില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിനക്ക് വേണ്ടി സാധ്യതകളെ വെളിപ്പെടുത്തി, നിനക്ക് മീത വാതിലുകൾ തുറന്ന് ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? ചിലരുടെ ദൈവത്തിന്റെ ആത്മ പറയുകയാണ്, മനസ്സ് മടിച്ചവരുണ്ട്, പ്രാർത്ഥിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ വിഷയങ്ങളുണ്ട്. ദൈവാത്മ പറയുന്ന, കുഞ്ഞെ, നീ ഭാരമുള്ള വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഭയങ്കരമായ ഒരു സാന്നിധ്യം വെളിപ്പെടുത്താൻ ദൈവത്തിന് ഈ രാത്രിയിലും പദ്ധതിയുണ്ട്. വ്യക്തമായി കണ്ടുകൊണ്ട് ഒരിക്കൽ കർത്താവ് ചോദിച്ചൊരു ശബ്ദം, സിബ്ലു അജോ, കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഒത്തിരി കാര്യങ്ങൾ ബർത്തിമായുടെ ബന്ധത്തിൽ കർത്താവിന് ചോദിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് ചോദിച്ച ഏകൊരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? സ്തോത്രം. ആമേൻ. സ്തോത്രം. ആരോടും ചോദിക്കാത്തൊരു ചോദ്യം ബർത്തിമയോട് ചോദിക്കാൻ കാര്യം, ബർത്തിമയുടെ കാതലായ ഒരു വിഷയത്തെ ദൈവാത്മാവ് തൊടുകയാണ്.
ആമേൻ. പരിശുദ്ധാത്മ പറയുന്ന ലാപ്സായി കിടക്കുന്ന, നഷ്ടമായി കിടക്കുന്ന, ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്ന, അല്ലെങ്കിൽ സ്തോത്രം, ഒന്ന് ക്രമീകരിക്കപ്പെടാതെ കിടക്കുന്ന ചില മേഖലകളെ നോക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ചില വിഷയത്തിന് ശക്തമായ ചില ദൈവപ്രവർത്തികൾ ദൈവാത്മാവ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കർത്താവ് പറയുന്നു, ശ്രേഷ്ഠമായതിനെ തുറക്കാൻ ചില വഴികൾ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ടു. ദൈവാത്മ പറയുന്നു, സ്തോത്രം, ന്യായത്തോടെ ഇടപെടുന്ന ഒരു ദൈവം, അന്യായത്തിന് കരം വെക്കാത്തൊരു ദൈവം, സബലമായ വാതി തുറന്ന് മാനിക്കുന്ന ശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദാസിയുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന രാത്രി എന്ന് ആത്മാവ് വചനത്തിനകത്തൂടെ ശക്തമായ ഒരു വെളിപ്പാട് അറിയിക്കുകയാ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇന്നലകളിൽ കടന്നു വന്ന ചില പാതകൾ, ഇന്നലകളിൽ സ്തോത്രം നേരിട്ട ചില മേഖലകൾ സാധ്യതകൾ വെളിപ്പെടുത്തുന്നതല്ല, അസാധ്യതകളെ വെളിപ്പെടുത്തുന്നതാ. എന്നാൽ ദൈവാത്മാവ് പറയുന്ന ചില സാധ്യതകളെ വെളിപ്പെടുത്തിയും ഈ ദിവസങ്ങളെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പദ്ധതിയുണ്ടെന്ന് വചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പാട് അറിയിക്കുക. ചില മറനീക്കി പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഈ രാത്രിയിൽ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കർത്തൃദാസിയോട് ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, ദാവീദിന്റെ താക്കോലുള്ളവന്റെ അരുളപ്പാടാണ്, ആരും അടയ്ക്കാതെ വണ്ണം ചില വാതിലുകളെ തുറക്കാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിന്റെ കരം ആ കർത്തൃദാസി ഇന്ന് രാത്രി സ്പർശിക്കുകയാണ്. ആമേൻ, 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 ആമേൻ. ആരും തുറക്കാതെ വേണം, ആരും അടയ്ക്കാതെ വേണം തുറക്കുന്നത്. ആരൊക്കെ അടയ്ക്കാൻ നോക്കിയാൽ ഇനി നടക്കത്തില്ല. ദൈവം തുറന്നു. ഒരാമയും പറയാമോ? ഹാഗറിന് വേണ്ടി മരുഭൂമി ദൈവം തമ്പുരാൻ തുറന്ന് ഇന്നും തുറന്നു കിടക്കുക, ഇന്നും ആ ഉറവ തുറന്നു കിടക്കുക. അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്തവരത്ത് ദൈവം തുറന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ആ ദൈവപ്രവർത്തി നടക്കാൻ പോകും. വേഗം വചനത്തിലേക്കൊന്ന് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ 20-ാമത്തെ വാക്യം കൂടെ എന്നെ ഇത് വായിച്ചൊന്ന് സഹായിക്കണമേ. വെളിപ്പാട് 1-ാം അധ്യായം 19-20 വാക്യം വായിച്ചത് സഹായിക്കണേ. പ്രൈസ് ഗോഡ്. ആമേൻ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും നീ സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. വചനത്ത് വായിക്കുന്നത്, നീ സംഭവിക്കാനുള്ളത് എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം. ഒരാമയും പറയാമോ? ആമേൻ. പത്മോസിനകത്ത് ബന്ധിക്കപ്പെട്ട് ഒരു രക്ഷയുമില്ലാതെ വഴിയടഞ്ഞു കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കണ്ണു തുറന്നപ്പോ കണ്ടത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്ന കർത്താവിനെയാണ്. നല്ല രാമയും പറയാമോ? ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഈ വലങ്കയെ പഠിപ്പിക്കുന്നത് ആണിപ്പഴുതേറ്റ കരമായിരുന്നു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് സ്തോത്രം ആണിപ്പഴുതേറ്റ കരത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന 7 നക്ഷത്രമാണ്. ഇതിനകത്തൊരു ദൈവിക ദൂത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കൈമാറാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം. ഇവിടുത്തെ പടയാളികൾ മുഴുവനും ആ കയ്യിലകത്ത് കാരിരും ബാണി കൊണ്ട് അടിച്ച് മരത്തോട് ചേർത്തടിച്ചപ്പോൾ ഹല്ലേലൂയ, വ്യക്തമായിട്ട് ചിന്തിക്കണമേ, ഒരിക്കലും എഴുന്നേപ്പുണ്ടാകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവന്മാർ ആണി അടിച്ചതെങ്കിലും സ്തോത്രം ആ ആണിപ്പഴുതേറ്റ കരത്തിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത് 7 നക്ഷത്രമാണ്. ഞാൻ ആത്മാവിൽ പറയാം, ആ കരം കൊണ്ട് ഇനി ഒരു നന്മയും ഉണ്ടാക്കത്തില്ലെന്ന്, ആ കരം കൊണ്ട് ഇനി ഒരു വിടുതലുമില്ലെന്ന് ആ കരത്തെ നോക്കി പറഞ്ഞവരുടെ നടുവ് ദൈവാത്മ പറയുന്നു, ഇന്നലകളിൽ തകർന്നു പോകേണ്ട കരത്തിനകത്ത് 7 നക്ഷത്രം വലങ്കൈ പിടിച്ച് ഒരു നല്ല കർത്താവ് എന്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ചപ്പാട് യോഹന്നാൻ കാണുകയാ. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അസ്തമിച്ചെടുത്ത് ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ പോവാ, തകർന്നെടുത്ത് ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ പോവാ. നിത്യതയ്ക്കകത്തേക്ക് മൂവ് ചെയ്യുന്ന ദൈവമക്കളെ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിൽക്കുന്ന അരുമനാഥനെ കണ്ടപ്പോൾ അവൻ മരിച്ചവരെ പോലെ തറ വീണെന്നുള്ളതാണ് വചനം വായിക്കുന്നത്. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, ഒന്നും അവസാനിക്കത്തില്ല, ചിലതൊക്കെ ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. ആമേൻ. ആ കൈ കൊണ്ട് ഇനി ഒന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ആത്മാവിൽ ആ ദൂത് അങ്ങനൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുക. പരിശുദ്ധാത്മ പറയുന്നു, ആ കൈ കൊണ്ട് ഇനി ഒരു നന്മയും ഉണ്ടാക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുമ്പോൾ ആ ഉയർത്തിയ കരത്തിന് മീതെ ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കണ്ടിട്ട് പറയുക, ആ കരം തളർന്നു പോകാൻ ദുഷ്ടൻ വെല്ലുവിളിച്ചപ്പോൾ, ആ കരം വീണു പോകാൻ ദുഷ്ടൻ വെല്ലുവിളിച്ചപ്പോൾ ആ കരത്തിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന 7 നക്ഷത്രം ഞാൻ ആത്മാവിൽ പറയുന്നു, ഇതുവരെ നിന്റെ കൈവെള്ളയിൽ കയറാത്ത ചില വിടുതലുകൾ
ദൈവം നിന്റെ കരത്തിനകത്ത് തരുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആത്മതലത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ കൈക്കകത്ത് ദൈവത്തിന്റെ മഹത്വമുണ്ട്, ആ കരത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ ഇതുവരെ പ്രാപിക്കാത്ത വിടുതലുകൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാപിച്ചെടുക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, കരയുന്ന ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ചിലരെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി കാണുന്നു. ആ കൈകൊണ്ട് ഇനി ഒരു വിടുതലും ഉണ്ടാകത്തില്ലെന്ന് എൽസെ ഷാജഹാൻ, പ്രൈസ് ലോർഡ്, ആമേ ഷാജൻ സ്വതന്ത്രം ദൈവാത്മാവ് ശക്തമായി പറയുന്നു. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആ കരത്തിന് മീതെ ദൈവത്തിന്റെ ഭയങ്കരമായ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആ കരം കൊണ്ട് ഇനി ഒന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞവിടെ നടുവിൽ ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ഇറങ്ങാൻ പോവുക. നോക്കിക്കെ, യേശു കർത്താവിനെ കാണുന്ന 7 നക്ഷത്രം വലങ്കി പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യോഹന്നാനെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, യോഹന്നാൻ കണ്ടത് ക്രൂശിക്കപ്പെട്ട കർത്താവിനെയല്ല, സാക്ഷാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ്. ഹല്ലേലൂയ. ചില മുറിക്കകത്തൊക്കെ, ചില പ്രാർത്ഥന വീടിനകത്തൊക്കെ ഈ കർത്താവ് പലപ്പോഴും ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ആ സാന്നിധ്യം അനുഭവിച്ചവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആരുമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവരുണ്ട്. അല്ലെ ബിജോയ് പാസ്റ്റേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ സാന്നിധ്യമൊക്കെ തിരിച്ചറിഞ്ഞവരുണ്ട്. ആ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. ആരുമില്ലെന്ന് തോന്നുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രി പരിശുദ്ധാത്മ നിങ്ങളെ നോക്കി ശക്തമായി വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്ന കർത്താവിന്റെ കരത്തിനകത്ത് 7 നക്ഷത്രം, ആമേൻ, 7 സഭയ്ക്കുള്ള ദൂതുമായിട്ട് വന്ന് നിൽക്കുകയാ. ഇന്ന് രാത്രി മരിച്ചവനെ പോലെ കാൽക്കൽ വീണ യോഹന്നാൻ അപ്പോസ്തലന് വേണ്ടി ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടി ദൈവം തന്റെ പദ്ധതി വെളിപ്പെടുത്തിയെങ്കിൽ ചിലരുടെ കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. അടുത്ത ദിനങ്ങളിൽ നടക്കേണ്ട ചില ദൈവിക പ്രവർത്തികൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുത്താം ദൈവം. ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവമാ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന വൃഥാവല്ല, നിന്റെ ആരാധന വൃഥാവല്ല, നിന്റെ കാത്തിരിപ്പ് വൃഥാവല്ല. ഒത്തിരി പരിപാടികൾ നമുക്ക് എടുക്കാറുന്നു. അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം നിന്റെ അകത്ത് പ്രാപിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ആമേ, പത്മോസിനകത്ത് സകലതും നഷ്ടപ്പെട്ടവൻ. ഞാനേ ഈ ചരിത്രം പഠിച്ചൊരു മനസ്സിലാക്കി, ഏകദേശം 90 വയസ്സിലധികം പ്രായമുള്ള ഒരു വയോധികനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ഹീറോ ചക്രവർത്തി, ഡൊമീഷ്യൻ ചക്രവർത്തി എല്ലാം കൂടെ നാട് കടത്തി. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഇനിയും ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം പത്മോസിന്റെ ആ വലിയ ഏകാന്തത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലര് വലിച്ചെറിയുന്നതിന്റെ പുറകിലുണ്ടല്ലോ നിന്റെ അസ്തമനം ആഗ്രഹിച്ചത് കൊണ്ടാണ്. ആമേ, ചിലരെ നോക്കി കർത്താവ് പറയുന്നു, ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞവരെയൊക്കെ ഈ പ്രാർത്ഥനയെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പത്മോസ് നിനക്ക് അവസാനമെന്ന് നീ ചിന്തിക്കും, പക്ഷെ പത്മോസ് നിനക്ക് ആരംഭമാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ആമേ. പലതും അവസാനിക്കേണ്ടിടത്ത് ദൈവം നിനക്ക് ചില ആരംഭം കുറിച്ചു. കർത്താവ് ചിലരോട് വ്യക്തമായി ഇന്ന് രാത്രിയിൽ ആലോചന അറിയിക്കുകയാ. പത്മോസിനകത്ത് നിന്റെ കിടപ്പ്, നിനക്ക് പരസഹായം ആരുമില്ല, കഴിച്ചോ കുടിച്ചോ ആനന്ദിച്ചോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാത്ത കാലത്താണ് ജീവിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പത്മോസ് നിനക്കൊരാരംഭമാകാൻ പോകുക. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊട്ടിട്ടവർ, ബിജോയ് പാസ്റ്റേ, ദൈവത്തിന്റെ അകത്ത് വചനത്തിനകത്തൂടെ വെളിപ്പാട് കൈമാറുകയാണ്. നീറോ ചക്രവർത്തി നാട് കടത്തിയത് തീർത്ത് കളയാനാ. ആമേൻ. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, അസ്തമിപ്പിച്ച് കളയാ, തീർത്ത് കളയാ, എല്ലാം അവസാനിപ്പിച്ച് കളയാം. ദുഷ്ടനവന്റെ പദ്ധതി തയ്യാറാക്കിയപ്പോൾ യോഹന്നാന്റെ മേൽ കൊടുത്തൊരു തൂലിക അഭിഷക്തന്റെ മേൽ കർത്താവ് ഇന്ന് രാത്രി കൈമാറാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ. 90 വയസ്സിലധികം പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു പേപ്പറിന്റെ താളിക്കകത്ത് എഴുതി വെക്കാൻ തുടങ്ങി 7 സഭയ്ക്കുള്ള ദൂത്. സ്തോത്രം. നമുക്കിപ്പം ആർക്ക് പേന ജനിപ്പിക്കാൻ പോലും വയ്യ. ചിലര് പറയുന്നു എഴുതിയിട്ട് വർഷങ്ങളായി, അതുകൊണ്ട് മിക്കവാറും എഴുതുമ്പോ കായൊക്കെ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എഴുതാറില്ലെന്നാ പറയുന്നത്. എല്ലാത്തിനും എഴുത്തൊക്കെ പോയിരിക്കുക. പക്ഷെ 90 വയസ്സുള്ള അപ്പച്ചൻ എഴുതുക 7 സഭയ്ക്കുള്ള ദൂത്. ചിലരൊക്കെ എഴുതിയവരുണ്ട്, നല്ല പാട്ട് എഴുതിയവരുണ്ട്. സ്തോത്രം പറയാമോ ശ്രദ്ധയോടെ? അനുഭവത്തിനകത്തൂടെ പാട്ട് പാടിയവരുണ്ട്. ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. ചില തൂലിക്കകത്തെ എഴുതിയൊക്കെ ഈ 2026 പുറത്തു വരാൻ പോവാ. രക്തം ജയമെടുക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്താട്ടെ. അനുഭവത്തിനകത്തൂടെ കയറി വന്ന വരികൾ പാട്ടിന്റെ രൂപത്തിൽ വന്ന് ചിലരൊക്കെ പുറത്തു കൊണ്ടുവരും. ചിലരൊക്കെ ദേശം രാജ്യങ്ങൾ അറിയുന്നവരായി മാറും. എത്ര രാമൻ പറയും, നിങ്ങൾ പ്രാപിച്ച അനുഭവം നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങളോടൊപ്പം അനുഭവം പ്രാപിച്ച വേറെ ആരും കാണത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബിജോയ് പാസ്റ്ററോട് ദൈവാത്മ പറയുന്നു,
എഴുതി വെച്ചതൊക്കെ ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവാ. എന്നോട് കർത്താവ് പറഞ്ഞ ദർശനം ഒരു പലകമേൽ എഴുതുക, ഓടിച്ച് വായിക്കത്തരുത്, പലകമേൽ എഴുതുക. അസാധാരണമായ ചില ചുവരെഴുത്തുകൾ പരിശുദ്ധാത്മ കാണിക്കുന്നു, ചില കൈമാറ്റങ്ങൾ ദൈവാത്മ കാണിക്കുന്നു, ചില എഴുത്ത രേഖകൾ ദൈവാത്മ കാണിക്കുന്നു. ദൈവാത്മ പറഞ്ഞ ശ്രേഷ്ഠമായതിനെ എഴുതി പുറത്തു കൊണ്ടുവരുന്ന, പബ്ലിക്കിൽ കൊണ്ടുവരുന്ന ഒരു അസാധാരണ സ്വാമി അഭിഷേകത്തിന്റെ നിലവാരം, അഭിഷേകത്തിന്റെ മീതെ ദൈവാത്മ കൈമാറുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനം എല്ലാവരും ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. ഞാൻ ചിന്തിക്കുന്ന ഏകാന്തത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവിടെ കിടന്നവൻ ആത്മാവിന്റെ രക്ഷ പ്രാപിക്കും. ആമേൻ. എവിടെ ആര് ഒറ്റപ്പെട്ടോ അവിടെ തുടങ്ങിയാണ് നമ്മുടെ ആത്മീയാത്ര ആരംഭിച്ചത്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രാത്രി ചിലരോട് പറയുന്നു, ചിലര് പത്മോസിനകത്ത് കിടക്കുക, ചിലര് പത്മോസിനകത്ത് ഇന്നും കിടക്കുക. അവസാനിച്ചു എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് വെച്ച് ദൈവം സഭയ്ക്ക് തുടക്കം കുറിക്കാൻ ദൈവം പ്ലാൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് എന്റെ സ്നേഹിതനായ ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ചർച്ചില് ഒരാൾ മരിച്ചാൽ, ഒരാൾ സൂയിസൈഡ് ചെയ്താൽ, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് നിങ്ങളുടെ സഭയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ നിശ്ചയമായും ബാധിക്കും. നമ്മുടെ ചർച്ചിനകത്ത് ആരാധിക്കുന്ന ഒരു വ്യക്തി അത് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയും, നിങ്ങളുടെ ചർച്ചിനകത്ത് ഇത്ര ആരാധന നടന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ സൂയിസൈഡ് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെപ്പോലും അത് ബാധിക്കും. പക്ഷേ മറുവഴിക്ക് വചനം വായിക്കുന്നത് 12 ശിഷ്യന്മാരുള്ളതിൽ ഒരുത്തൻ പോയി സൂയിസൈഡ് ചെയ്തു, പക്ഷെ അത് സഭയെ ബാധിച്ചില്ല. നല്ല രാമയും പറയാമോ? ആമേൻ. 12 ശിഷ്യന്മാരുള്ളതിൽ ഒരുത്തനെ സാത്താൻ കയറി പണത്തോട് ആർത്തിമൂത്ത് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ. ഇവൻ കെട്ടിഞ്ഞാന്ന് ചത്തന്ന യൂദ. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ സഭയെ ബാധിച്ചില്ല. പകരം മധ്യാസന ദൈവം തെരഞ്ഞെടുത്തു. ഞാൻ ആത്മാവിൽ പറയുന്നു, ആര് നഷ്ടപ്പെട്ടാലും സഭയെ അത് ബാധിക്കത്തില്ല. നല്ല രാമയും പറയാമോ ശക്തിയോടെ? ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ നിത്യതയ്ക്ക് വേണ്ടി ഓടാൻ തയ്യാറായാൽ, നിത്യത വ്യക്തിപരമാകയാൽ ഇന്ന് പകൽക്കാലം ഓടുന്ന തയ്യാറുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. പത്മോസിന്റെ കടലെടുക്ക് നടപ്പി. ഞാൻ ആ പദത്തിനെ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. പത്മോസിനകത്ത് കിടക്കുന്നവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലത് എഴുതിപ്പിക്കും കേട്ടോ. ഹല്ലേലൂയ. ചിലരൊക്കെ എഴുതുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 40 പാട്ട് എഴുതി, ഒരെണ്ണം പോലും മറക്കാൻ പറ്റിയില്ലെന്ന്. സ്തോത്രം. ആമേൻ. അവര് പ്രാപിച്ചത് അവരുടെ ശരീരത്തിനകത്ത് ഏകദേശം 12 ഓപ്പറേഷൻ വിധേയരായ ഒരു കർത്താവിന്റെ ദാസിയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പാട്ടുകൾ എഴുതിയ. ഇത് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരും ഒക്കെയുണ്ട്. കർത്താവ് ഒത്തിരി നന്മകൾ തന്ന്, കർത്താവ് ഒത്തിരി താലന്തുകൾ തന്ന് എഴുതി വെച്ചവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലത് പബ്ലിഷ് വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, പത്മോസിനകത്ത് കൊണ്ടിട്ടത് ചിലത് എഴുതാനാ കേട്ടോ. നിന്നെ ഈ കഷ്ടത്തിനകത്ത് കൊണ്ടിട്ടത് ചിലത് എഴുതാനാ. പരിശുദ്ധാത്മ ശക്തമായ ബിന്ദു ബൈജു സിസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മ പറയുന്നു, ചിലതൊക്കെ മറ്റുള്ളവർ വായിക്കത്ത രീതിയിൽ എഴുതാൻ ദൈവം തന്നെ തരുന്ന ഒരു പ്ലാറ്റ്ഫോമാ ഇത് കേട്ടോ. ഇത് സ്തോത്രം നമ്മളായിട്ടുണ്ടാക്കിയ പ്ലാറ്റ്ഫോം അല്ല, ശത്രു ഒരുക്കിയ പ്ലാറ്റ്ഫോമാ. പുതിയ പ്രസംഗ പീഠം, പുതിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ആകാൻ പോവുക. പരിശുദ്ധാത്മ വീരാത്രി പറയുന്ന കെരീത്തി കിടന്ന് മടുത്തപ്പോൾ ദൈവം സാരാപത്ത് ഒരുക്കി. സാരാപത്തിന് ശുശ്രൂഷ തീർന്നപ്പോൾ കർമ്മയിൽ ഒരുക്കിയപ്പോൾ അടുത്ത തരം ദൈവം ഒരുക്കി. ദൈവാത്മ പറയുന്ന പുതിയ പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കാൻ പോവാ. വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു രഹസ്യ പ്രാർത്ഥനയില്ല കേട്ടോ ബീന ആന്റി, രഹസ്യ പ്രാർത്ഥനയിൽ കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം എന്നെ അറിയിച്ചു. വിധേയത്വം. ആ പദം എന്നെ എഴുതി കാണിച്ചു. വിധേയത്വം. ഈ വിധേയത്വം ഉള്ളവനെ കർത്താവ് മാനിക്കാം. ഹല്ലേലൂയ. കർത്താവിന് വിധേയപ്പെടുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക, വചനത്തിനകത്ത് വിധേയപ്പെടുക. നിന്നേക്കാൾ പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ അവർക്കൊന്ന് വിധേയപ്പെടുക. ഒരാമയും പറയുമ്പോൾ ശക്തിയോടെ, ഞാൻ എന്തോ ആണെന്നുള്ള ധാരണയല്ല. ഒരു വയസ്സിനെങ്കിലും ഒരു തലപ്പത്തുള്ളവരെ അവരുടെ മുമ്പിൽ ഇത് വിധേയപ്പെട്ടാൽ അവനാണ് കറക്റ്റ് ആത്മീയ ആത്മാവ് ദൂത് പറയുക. ഈ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് കർത്താവ് ഇടപെട്ടതാ. വിധേയത്വമുള്ളവനെ മാനിക്കുന്ന വർഷമായത് കേട്ടോ. വിധേയത്വമുള്ളവനെ മാനിക്കുന്ന വർഷമാ. നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് നിനക്ക് വഴി തുറക്കും കേട്ടോ. ബിന്ദു ബൈജു സിസ്റ്ററെ, ദൈവാത്മ പറയുന്നു, പരിശുദ്ധാത്മാവ് ചില ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ അടച്ചിട്ടിട്ട് അതിനകത്ത് നൃത്തമാടുന്നവരുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു വെളിപ്പാടോടെ അതിനോട് ജോയിൻ ചെയ്ത് കൈമാറാൻ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. അമാലേക്കൻ പലപ്പോഴും ഇസ്രായേലിനെതിരെ വന്നത് അവൻ മുൻപിൽ കൂടി വന്നല്ല ആക്രമിച്ചത്, അവൻ പുറകിൽ കൂടി വന്ന് ആക്രമിച്ചത്.
ഒരാമയും പറയാമോ? ഹല്ലേലൂയ. മുമ്പിൽ വരുന്ന പ്രതികൂലത്തെ ആത്മാവിൽ അറിഞ്ഞ് വിട്ടുന്നുണ്ട്, അധികാരത്തോടെ അതിനകത്ത് അറ്റാക്ക് ചെയ്ത് മുന്നേറുന്നുണ്ട്. എന്നാൽ പിന്നിൽ വരുന്ന അമാലേക്കന്റെ ശക്തിയെ ഭൂമിയിൽ നിന്നും ഛേദിച്ച് കളയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ കരം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചലിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുക. പിറകിൽ നിന്ന് വരുന്ന ചില അമാലേക്കന്റെ വ്യാപാരത്തെ, നമ്മൾ പോലും കാണാത്ത ചില അമാലേക്യ വ്യാപാരത്തെ ഈ ദിവസങ്ങൾ ആത്മാവിൽ കണ്ട് പോരാടാൻ കൃപയോടെ പുറത്തു വരുവാൻ ദൈവാത്മാവ് ദൂത് പറയുക. കിടക്കുന്ന സ്ഥലം പത്മോസ് ആണെങ്കിലും ചിലതൊക്കെ ദൈവത്തിന് കൈമാറാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവർ ഈ രാത്രിയിലും തമ്പുരാന് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവാത്മ പറയുന്ന പുറകിൽ വരുന്ന അമാലേക്കന്റെ ശക്തികളെ ഭൂമിയിൽ നിന്ന് പോലും ഛേദിച്ച് കളഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഇസ്രായേലിനെതിരെ പല പ്രാവശ്യം യുദ്ധത്തിന് വേണ്ടുന്നൊരു ശക്തി അമാലേക്കൻ. പക്ഷെ അമാലേക്കൻ ജയിച്ച ചരിത്രമില്ല കേട്ടോ. ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പാട് കൈമാറാൻ പറയുന്നു. ഒരു പൂർണ്ണ ജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും ശക്തമായി ഇടപെടുകയാണ്. റീമാന ചൂടാമാന ഘടകൾക്ക് സിസ്റ്റർ കേട്ടോണേ, ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പാട് കൈമാറുകയാ. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളർത്തുന്നൊരു വചനമുണ്ട്. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി. ചിന്തിക്കണമേ, ആ വടിയെ പറ്റി പഠിക്കുമ്പോൾ ആ വടിയിൽ എഴുതിയ പേര് അഹരോന്റെ പേരാ. സ്തോത്രം. അതിനർത്ഥം ചോദിച്ചാൽ പേരിനകത്തൊരു തളർപ്പ് നടന്നതുപോലെ പേരിനകത്തൊരു തളർപ്പ് നടക്കും. ഒരു ആമേൻ പറയുമ്പോൾ ശക്തിയോടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ഹല്ലേലൂയ. ആമേൻ. നിന്റെ പേരോട് കൂടി ഒരു വിടുതൽ. ഹല്ലേലൂയ. ഒരിക്കലും ചിന്തിച്ചത് അഹരോനെ നീ പുറത്തു വരുമെന്ന്. പക്ഷെ നിന്റെ പേരിനകത്തൊരു അഭിഷേകമുണ്ട്. നിന്റെ പേരോട് കൂടി ഒരു തളർപ്പ് നടക്കാൻ പോവാ. നീ നിസാരക്കാരനല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിസാരക്കാരിയല്ല. എന്റെ പേരിനകത്തൊരു അഭിഷേകമുണ്ടെങ്കിൽ ഞാൻ തളർത്ത് പുറത്തു വരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും എന്റെ തമ്പുരാന് സ്തോത്രം ചെയ്തിട്ട് പറ, ഞാൻ തളർത്ത് പുറത്തു വരേണ്ട സമയം. അതുകൊണ്ട് ബിന്ദുസിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് ആ വിധത്തിനകത്ത് അഭിഷേകം ചെയ്യാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ അത് നമുക്ക് പകരക്കാരല്ല, നമ്മൾ തന്നെ നമ്മുടെ പകരക്കാർ. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് ഈ ദിവസങ്ങളിൽ ചില വേദികൾ ഓപ്പൺ ആക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അറിയുകയാണ്. ആമേൻ. ശക്തമായ ചില ദൈവ പദ്ധതികൾ ഓപ്പൺ ആക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അറിയുക. അതുകൊണ്ട് പ്രാർത്ഥിച്ച് പോരാടിക്കാട്ടെ. ദൈവാത്മ പറയുന്ന പത്മോസിനകത്ത് സ്തോത്രം, നമ്മളെങ്ങാനും അവിടെ എങ്ങാനും കൊണ്ടിട്ടായിരുന്നെങ്കിൽ മിക്കവാറും അതോടെ നമ്മുടെ കാര്യം തീർന്നേനെ. സ്തോത്രം. ആമേൻ. അടുത്ത ദിവസം പത്മോസെ കൊണ്ടിടുക എന്ന് പറയുമ്പോഴത്തേനും ഇല്ലാത്ത പ്രഷറും കൂടി ആകെപ്പാടെ പ്രശ്നം ഉണ്ടായി. നമ്മൾ മിക്കവാറും അങ്ങോട്ട് പോകേണ്ടി വരത്തില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഇദ്ദേഹത്തെ കൊണ്ടിട്ടു. പക്ഷെ അവിടെ തുടങ്ങി സഭയുടെ ചരിത്രം ആരംഭിക്കുക. ഞാൻ ആത്മാവിൽ പറയാ, എവിടെയൊക്കെയോ ആരുടെയോ ചരിത്രം അവസാനിച്ചു. പക്ഷെ നിനക്ക് വേണ്ടി തമ്പുരാൻ ചരിത്രം എഴുതാൻ പോവാ. എത്ര പേരാമേൻ പറയും? ഹല്ലേലൂയ. സ്വന്തം വീടിനകത്ത് ഹല്ലേലൂയ ഒരുത്തന്റെ ചെലവുമാടെ ചരിത്രം അവസാനിച്ചപ്പോൾ ഒരുത്തന്റെ ചരിത്രം അവിടെ ആരംഭിച്ചു. അഭിഷക്തനായ ദാവീദ് ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആമേൻ ദൈവദാസനെ, അഭിഷക്തനായിരിക്കുന്ന ദാവീദിനെ രാജാവായിട്ട് അഭിഷേകത്തെ പുറത്തു കൊണ്ടുവന്നു. പിന്നെ ചേട്ടന്മാരുടെ കാര്യം ആരും പ്രസംഗിച്ചിട്ടില്ല. ഇന്നും ദാവീദിന്റെ കാര്യം പ്രസംഗിക്കാൻ ഒറ്റ പ്രാർത്ഥനയാ. എന്നോട് ആത്മാ പറയുന്നത്, ബീനെ ആന്റി പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ചുവരെടുത്ത് ദൈവം മാറ്റുമെന്ന് ആത്മാവ് ഇടപെടുകയാ. ചൂടാബാന റീബൽഖമാന ഗസിയ. ചില പ്രാർത്ഥന, ചില ചരിത്രം അവസാനിക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ചരിത്രങ്ങൾ എഴുതാൻ പോവാ. ഞാൻ ആത്മാവിൽ പറയുന്നു, റീഖാമാന ഷഖലസിയാധന. കുടുംബത്തിനകത്ത് ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തിന് ഒരു വലിയ മഹത്വമുണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഞാൻ ഇങ്ങനെ ആത്മാവിൽ കാണുകയാണ്. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, അതിലെ ഒന്നിനെ കാണാതെ പോയാൽ ആ 9 അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കാണാതെ അവ ഒന്നിനെ കണ്ടു കിട്ടും. അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നത്, അവൾ വിളക്ക് കത്തിച്ച് നമ്മ മുറി മുഴുവൻ അടിച്ചു വാരി കണ്ടെത്തും വരെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണോ? സ്തോത്രം. പിന്നെ അവിടെ ആരാധനയാ, പിന്നെ അവിടെ സന്തോഷമാ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വെളിപ്പാട് കാണുകയാ. ചില നഷ്ടപ്പെട്ട ചിലത് ഈ ദിവസങ്ങളെ കരത്തി വരുമെന്ന് ആത്മാവ് ഇടപെടുകയാ. കരത്തിന് നഷ്ടപ്പെട്ടത്, അധ്വാനിച്ച് നഷ്ടപ്പെട്ടത്, ഒത്തിരി വിയർപ്പൊഴുക്കിയത് നഷ്ടപ്പെട്ടത്, ലാപ്സായി കിടക്കുന്ന ചില നന്മകളെ ദൈവാത്തവർന്ന് ആ കൈവെള്ളക്കകത്ത് അധരഘടക ചുടപ്രഭാഷിയാം തന്നെ ദൈവാത്മാവ് മടക്കി തന്ന് ദൈവം മാനിക്കുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ചില നഷ്ടത ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് അത് മടങ്ങി വരുമോ, ഇനി അത് തിരിച്ചു കിട്ടുമോ എന്ന്
വിചാരിച്ച് ഭാരപ്പെടും ചില മേഖലകളെ തെമ്പരത്തോടുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നഷ്ടപ്പെട്ടതിനെ മടക്കി വരുന്ന പ്രാർത്ഥന. ഞാൻ അങ്ങനെ ക്യാപ്ഷന്റെ പ്രാർത്ഥനയ്ക്ക് വെക്കുകയാ. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ പോവാ. നഷ്ടപ്പെട്ടത് എല്ലാവരും പറഞ്ഞാട്ട് നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ പോവാ. എനിക്ക് ശ്രേഷ്ഠമായതിനെ ദൈവം തുറക്കാൻ പോവാ. നഷ്ടപ്പെട്ടത് എന്റെ കൈ തന്നെ മടങ്ങി വരിക. നഷ്ടപ്പെട്ട കോടാലി വായ്പ വാങ്ങിച്ചതായിരുന്നു, പക്ഷെ ഒറ്റ വെട്ടി ഇതേ കോടാലി ഊരി യോർദാനി വീണു. യോർദാൻ കൊണ്ടുപോയതൊന്നും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. യോർദാൻ കൊണ്ടുപോയതൊന്നും സ്തോത്രം. ഇനി സെൻട്രൽ പാസ്റ്ററെ കൊണ്ടുപോയാലും യോർദാൻ തിരിച്ചു തരത്തില്ല. കാര്യം യോർദാൻ കൊണ്ടുപോയതാ. പക്ഷേ അഭിഷേകത്തിന്റെ കരത്തിൽ നിന്ന് പോയ കോടാലിയെ ദൈവം മടക്കി കൊടുത്തു. രാമ്യം പറയാമോ? വിനാന്റി പ്രാർത്ഥിച്ചോ? കുടുംബമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ? ചില മടങ്ങി വരവ്, ചിലതൊക്കെ മടങ്ങി നിന്റെ കരത്തിൽ വരുമെന്ന് ആത്മാവ് ഇടപെടുകയാ. പ്രാർത്ഥിക്കുന്ന വ്രതാവല്ല, ഉപവസിക്കുന്ന വ്രതാവല്ല, കണ്ണിന്നൊഴുക്കുന്ന വ്രതാവല്ല, ദൈവത്തിന്റെ കരമുണ്ടാകുക. ചിലതൊക്കെ ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ ചില വെളിപ്പാട് ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധത്തിൽ കർത്താവിന്റെ ആത്മാവ് കാണിക്കുന്നു. ഇത് യൂട്യൂബിൽ പോകുന്ന അറിയത്തില്ലെങ്കിലും ഞാനങ്ങ് സ്വതന്ത്രം ഞാൻ ശുശ്രൂഷിക്കുകയാണ്. ദൈവാത്മാ ശക്തമായി പറഞ്ഞു, ചിലത് ഇട്ടെറിഞ്ഞിട്ടോടും, ചിലത് വിട്ടുമാറും, ചിലത് വിട്ടുമാറണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ചിലത് നമ്മളുമായിട്ട് കണക്റ്റഡ് വിട്ടുപോകണമെന്ന് ദൈവത്തിന്റെ പ്ലാനാ. ചിലത് വിട്ടുപോയെങ്കിൽ ചിലതകത്ത് വരും. ഹല്ലേലൂയ. ദൈവാത്മാവ് ശക്തമായി പറയുക, ചിലത് ഇട്ടെറിഞ്ഞിട്ട് പോകും കേട്ടോ. എഴുതിയിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. അടുത്ത പ്രാർത്ഥന സെറ്റ് ചെയ്യുമ്പോൾ ചിലത് നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ഭാഗമുണ്ടാകും. അത് ദുഃഖമല്ല, അത് സന്തോഷമായി മാറാൻ പോവാം. നല്ലൊരു ആമേൻ പറയുമ്പോൾ ശക്തിയോടെ, രക്തത്താലും വചനത്താലും ചെയ്യുമ്പോൾ ചിലത് മാറും, ചിലത് വന്ന് കയറും. ഞാൻ ആത്മാവിൽ പറയുന്നു, 2026 ദൈവിക പദ്ധതിയല്ലാത്തതൊന്നും, അങ്ങനെ ചേർന്ന് പറയുന്നവർക്കായി സ്തോത്രം, ദൈവിക പ്ലാൻ അല്ലാത്തതൊന്നും എന്റെ മിനിസ്ട്രിയുമായിട്ടോ എന്റെ കുടുംബമായിട്ടോ ഞാനുമായിട്ടോ കണക്റ്റഡ് ആകല്ലെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, ദൈവദാസന്മാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കാട്ടെ. ദൈവം നിങ്ങളെ വാർത്തെടുത്ത് പുറത്തു കൊണ്ടുവരാൻ പോവാ. ഒന്നും നിനക്ക് നഷ്ടമാകത്തില്ല, ഒന്നും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നുമില്ല. ചിലതൊക്കെ നഷ്ടം നിനക്ക് ലാഭമാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. രക്തത്താലും വചനത്താലും ചെയ്യും. ഇതിനെ കുറിഞ്ഞാട്ട കാണരുത്. ദൈവാത്മ പറഞ്ഞ ചിലതൊക്കെ സ്തോത്രം എക്സിറ്റ് ആകും. ആമേൻ. ഹല്ലേലൂയ. ചിലതൊക്കെ അങ്ങ് വിട്ടുപോകും. ഇനി എന്തിനാ, വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞ് വിട്ടുപോകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏറ്റവും അധികം വിട്ടുപോകുന്നവർ ഏറ്റവും അധികം നന്മ പ്രാപിച്ചു വരാം. സ്തോത്രം. എന്റെ ശുശ്രൂഷ പാരമ്പര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ശുശ്രൂഷ പ്രാപിച്ച അനുഗ്രഹം പ്രാപിച്ചവർ തന്നെയാണ്. സ്തോത്രം. പക്ഷെ ചിലത് വിട്ടുപോയത് കൊണ്ട് മിനിസ്ട്രി അവസാനിക്കത്തില്ല. ദൈവം ഇതിനെ മേൽക്കുമേൽ വളർത്തും. പരിശുദ്ധാത്മാവ് രാത്രി ഇടപെടുന്നു. ആമേൻ. സ്തോത്രം. യോർദാന്റെ മീതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വചന പഠനത്തിൽ പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപ്പാടാണ് ഞാൻ കൈമാറുന്നത്. സ്തോത്രം. യോർദാന്റെ ഉള്ളറയ്ക്കകത്ത് ചില കല്ലുകൾ കിടപ്പുണ്ട്. ഈ കല്ലെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലൊഴുക്ക് നിൽക്കണം. ആമേൻ. ഇതിന്റെ മേലൊഴുക്ക്, ഇപ്പൊ മേലൊഴുക്ക് മാറിയാൽ ഓർത്തന അടിയൊഴുക്കും ഉണ്ടാകും. സ്തോത്രം. അല്ലേ? മേലൊഴുക്ക് പിന്നെയും സമ്മതിക്കും. ഈ അടിയൊഴുക്കിന്റെ കാര്യ പ്രശ്നം. പുരോഹിതന്മാര് പെട്ടകം ചുമന്ന മഹാപുരോഹിതൻ യോർദാന്റെ മേൽ ഉള്ളംകാല് വെച്ചപ്പോൾ വചനബദ്ധം മേലൊഴുക്ക് നിന്നു. സ്തോത്ര. പക്ഷെ യോർദാൻ ഒരു വിടുതൽ നടന്നപ്പോൾ ദൈവദാസന്മാർ ഇറങ്ങിച്ചെന്നിട്ട് അതിന് മിനുസമുള്ള കുറച്ച് നല്ല കല്ലെടുത്തിട്ട് ഗിൽഗാലി കൊണ്ട് യാഗപീഠം പണിതു. നാളെ നിന്റെ സന്തതി നിന്നോട് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ജ്ഞാപകം വേണം. നല്ല രാമയെ പറയാമോ? തലമുറ ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ജ്ഞാപകം, ഒരു യാഗപീഠം വേണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുപോലെ ഈ മിനിസ്ട്രിയുള്ള ബന്ധത്തെ ദൈവാത്മ പറയുന്നു. ഇതിനകത്ത് ചില ദൈവിക പദ്ധതികൾ നടക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാ. നഷ്ടപ്പെട്ട ചിലതിനെ കർത്താവ് ലാഭമാക്കി മാറ്റാൻ പോകുകയാ. ജൂഡാമന റീവൽഖമാന ഗസിയ അധരഘടക വൈഡപ്രവൽഖമാനഘടകം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കകത്ത് ആത്മാവിൽ കടന്നു വന്ന തന്റെ ജനത്തിന് വേണ്ടി ഉന്നതമായ ചില വാതിലുകളെ തുറന്നു മാനിക്കാൻ ദൈവത്തിന്റെ പദ്ധതി അപ്പൊ അവസാനിക്കും എന്ന് പറഞ്ഞെടുത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ആരംഭിക്കും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. വചനം വായിക്കുന്നത് ഫിലദൽഫിയ സഭയോടാണ് പറഞ്ഞത്. ഫിലദൽഫിയ സഭയോടാണ് പറയുന്നത്.
അതിന്റെ ആമേൻ 8-ാമത്തെ വാക്യത്തിലേക്ക് സ്തോത്രം നമുക്ക് കടന്നു വരാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. തുറക്കുമെന്നല്ല, നോക്കട്ടെ, 7 ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിക്കോ, തുറന്നായിട്ടിരിക്കുന്നത് കാണാം. അല്ല, തുറന്നു വെച്ച് 2-ാം രാത്രിയിലും പരിശുദ്ധാത്മാവ് പറയുന്നു, ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുന്ന കർത്താവിനെ നാം ആരാധിക്കുന്നെങ്കിൽ, നമുക്ക് വേണ്ടി താമ്രവാതിലുകളെ കണ്ണിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഓർത്തോ, നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക. അത് ഉറപ്പുള്ള ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഇന്നലകളിൽ ഞാൻ ചോദിച്ച വിഷയത്തിന്റെ ചില മറുപടികൾ അത് തുറന്ന പുസ്തകം പോലെ ദൈവം വെളിപ്പെടുത്തും. എന്റെ കുഞ്ഞിന്റെ വിഷയത്തിനകത്ത് ദൈവകരമിറങ്ങും. ചില വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറ, ഞാൻ തുറക്കാനല്ല പ്രാർത്ഥിച്ചത്, തുറന്ന വഴികളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ഈ രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉന്നതമായ ചില വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക. അടച്ചവരുടെ നടുവിൽ ദൈവം തുറക്കാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വ്യക്തമായി ഈ രാത്രിയിൽ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ അടച്ചവരുടെ നടുവിൽ, കേട്ടോ. ജസ്നി റോബിൻ മോളെ ഒന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, നിനക്ക് മീതെ ചില ദൈവിക പദ്ധതികളെ ദൈവം ഓപ്പൺ ചെയ്യാൻ പോവാ, ദൈവം തുറക്കാൻ പോവാ. ദൈവം തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് ഇങ്ങനെ മടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു പ്രതിക്രിയ നടത്തി ദൈവം ഈ കാലഘട്ടത്തിൽ നിന്നെ രക്ഷിക്കുമെന്ന പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? രഹസ്യ മുറിക്കകത്ത് ഒഴുക്കിയ കണ്ണുനീരിന്റെ ചില മറുപടികൾ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ മകളെ നിന്റെ ജീവിതത്തിനകത്ത് തന്ന് നിന്നെ മാനിക്കാൻ ദൈവത്തിന് ഈ രാത്രി പദ്ധതിയുണ്ട്. ഓരോ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഓരോ പ്രതികൂല സാഹചര്യങ്ങളാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും താങ്ങാൻ കഴിയാത്ത വേദനകളാ. എന്നാൽ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ളവൻ നിന്റെ വലങ്കരത്തെ പിടിച്ചിട്ടുണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുകയാ. നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നിന്നെ സംരക്ഷിപ്പാൻ ആരുമില്ല, നിന്നെ ചേർത്ത് നിർത്താൻ ആരുമില്ല. എവിടെയൊക്കെ മകളെ നീ ഒറ്റപ്പെട്ട് നീ എല്ലാം വേണ്ട എന്ന് എഴുതി മാറ്റിവെച്ച സമയം നിന്റെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ ഈ രാത്രി ദൈവാത്മാവ് ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി മകളെ നിന്നോട് പറയുകയാണ്, നിനക്ക് വേണ്ടി വാതിൽ തുറക്കാം എന്നല്ല, നിനക്ക് വേണ്ടി ദൈവ വാതിൽ ഓപ്പൺ ചെയ്തിട്ടിരിക്കുക, തുറന്നിട്ടിരിക്കുക. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, എനിക്ക് വേണ്ടി വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുകയാ. ആ തുറന്ന വാതിൽ ആത്മാവിൽ കണ്ടവർ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിന്ന് പ്രതികരിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ദൈവത്തിന്റെ മഹത്വം നീ കാണാൻ പോവാ. ആ തുറന്ന വാതിൽ നീ കാണാൻ പോവാ. നിന്റെ സന്തതിക്കും ഇത് വാതിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനോട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണേ. കുഞ്ഞുങ്ങളുടെ നല്ല ജോലിക്കോട്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണേ. കർത്താവ് പറയുന്നത്, നിന്റെ കണ്ണുനീര് ഭയങ്കര കണ്ണുനീരാ. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. ഒഴുക്കിയ കണ്ണുനീരിന്റെ വിടുതലേക്ക് നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവാ. ജൂഡാമന രാജിന ജോർജ് ഇന്ന് രാത്രി മകളെ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മ വചനത്തിനകത്തൂടെ നിന്നെ തൊടുകയാ. ദൈവാത്മാവിന്റെ കരം ഇന്ന് രാത്രി നിന്റെ തലമേ തൊടുകയാ. ആത്മാ പറയുന്നു, നിന്നെ ഒരു പുതിയ ആളാക്കി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. ഒരു പുതിയ ആയുധമാക്കി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. ഇന്നലകളിൽ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ വീണ് തകർന്ന ഈ പോർക്കളത്തിൽ നിന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി മകളെ നിന്നെ തലോടുകയാ. ജൂഡാമന റിഗൽക്കമാനഗസി അധരഘടക വൈഡപ്രബലഗസിയ, നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് വചനത്താൽ ഒരു വിടുത ദൈവം തരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ രാത്രിയിലും വചനത്തിനകത്തൂടെ ഞാൻ ഓർപ്പിക്കുന്നു, തുറക്കപ്പെട്ട വാതിൽ ഞാനും നിങ്ങളും ഒരുപോലെ ആത്മാവിൽ കാണാൻ പോകും. നമ്മളൊക്കെ ഒത്തിരി ദൂതും ആലോചനയൊക്കെ കേട്ട് മടുത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എത്ര ദൈവശബ്ദം കേട്ടാലും ഞാൻ ഇന്നും ഒരു 3-4 പേരെന്ന ദൈവശബ്ദം കേട്ട് കഴിഞ്ഞിരിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നടക്കുമോ ഇല്ലയും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വിശ്വാസം വെച്ച് ഞാൻ പറയാ, എന്റെ വിഷയത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സെക്കൻഡുകൾക്കൊക്കെ നടന്ന സംഭവങ്ങളുണ്ട്, മണിക്കൂറുകൾക്കൊക്കെ നടന്ന സംഭവങ്ങളുണ്ട്.
ഒരു മാസത്തിനകത്ത് നടക്കേണ്ടത് 15 ദിവസത്തിന് നടന്ന സംഭവങ്ങളുണ്ട്. എന്നെ ചോദിച്ചാൽ ഇതിനകത്ത് പ്രതികരണ ശേഷിയോടെ സ്തോത്രം പറയുമ്പോൾ അറിയാതെ വിടുതലുകൾ സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുഞ്ഞെ, നീ കേട്ട ദൈവ ശബ്ദത്തിനകത്ത് ഭയങ്കര മഹത്വം ഇന്ന് രാത്രി ചലിക്കുകയാ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ഞാൻ ജയമെടുക്കുന്നു. അധരഘടക വൈഡപ്രവശസിയാതന. നീ കണ്ടത് നീ പ്രാപിച്ചെടുക്കാൻ പോവാ. നിന്റെ കുഞ്ഞിനോട് പറഞ്ഞ അരുളപ്പാടുകൾ മുഴുവനും എഴുതി വെച്ച വിഷയത്തിനകത്ത് ദൈവികമായ സാന്നിധ്യം ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ലിഷ ലിഷ എന്ന് പറയുന്ന ഒരു കർത്തൃദാസിയെ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവാ. യഹൂദ വേര് പിടിച്ച് പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കുടുംബമായിട്ട് വേര് പിടിച്ച് പുറത്തു വരാൻ പോവാ. നിങ്ങളെ ഒരിക്കലും നന്നാകാൻ അനുവദിക്കാതെ വണ്ണം, ജീവിക്കാൻ അനുവദിക്കാതെ വണ്ണം നിങ്ങളെ ഒതുക്കി കളയുന്ന വല്ലാത്തൊരു അന്ധകാരത്തിന്റെ കെട്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ അടിച്ചു മാറ്റിയിട്ട് പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതേ വചനം ചിലരമേൽ ദൈവാത്മ കൈമാറുന്നു. ഞാൻ നിന്റെ മുമ്പിൽ. ആമേൻ ആമേൻ. മീര ഉല്ലാസം മോളെ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുകയാ. നിന്റെ ജീവിതത്തിൽ അടയപ്പെട്ട അധ്യായത്തെ തുറന്നു മാനിക്കുന്ന ശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇടപെടുന്നുണ്ട്. പ്രിയ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ദൈവാത്മ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നവനാ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. നീ അഭിമുഖിക്കുന്ന വിഷയം എന്തുമായാലും, നീ ഭാരപ്പെടുന്ന വിഷയം എന്തുമായാലും നിനക്ക് മീതെ ദൈവത്തിന്റെ കരമിറങ്ങാൻ പോവാ. അത് ആത്മാവിൽ കാണുന്നവർ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ എന്റെ കർത്താവിനെ ശക്തിയോടെ സ്തോത്രം ചെയ്തിട്ട് പറ, നീ പോലും അറിയാത്ത മഹത്വം, നീ പോലും അറിയാത്ത മഹത്വം ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കപ്പെടുന്ന രാത്രിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൈവിക വെളിപ്പാണ് കേട്ടോ. ബിജു എസ് അടൂർ, ഈ വചനം ഒന്ന് കേട്ടോണേ. ആമേ. എന്നോട് പറഞ്ഞൊരു ദൈവാലോചന അങ്ങോട്ട് ഞാൻ കൈമാറുകയാണ്. സ്തോത്രം. ആമേ. നമ്മുടെ വഴി അടഞ്ഞതുപോലും നമ്മൾ പോലും അറിഞ്ഞില്ല. അറിഞ്ഞോ? നമ്മുടെ വഴി അടച്ചവരാരാന്നും അറിയത്തില്ല. അടഞ്ഞ റൂട്ടും അടഞ്ഞ ഡേറ്റും അടഞ്ഞ മാസവും നമുക്കറിയത്തില്ല. എന്നതുപോലെ നമുക്ക് തുറക്കേണ്ടതും ആരോടും പറഞ്ഞിട്ടല്ല ദൈവം തുറക്കുന്നേ. ശ്രേഷ്ഠമായതിനെ തുറന്നു മാനിക്കാനും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയാം, വിധേയത്വപ്പെടുന്നവനെ കർത്താവ് മാനിക്കും. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് പറഞ്ഞോ എന്നോ എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഒന്നുകൂടെ ആമേൻ പറയുകയാണ്. എന്റെ ശുശ്രൂഷ കേട്ടവരിനകത്തുണ്ട് എനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, 2026 കർത്താവ് എനിക്ക് തന്നൊരു ശബ്ദമുണ്ട്. അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ വാക്കിന് മുമ്പാകെ നീ മുഷിഞ്ഞു പോകരുത്. ആമേൻ. അതിനർത്ഥം എന്ന് ചോദിച്ചാൽ, അഭിഷേകം നഷ്ടപ്പെട്ടവൻ എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അഭിഷേകം ഉണ്ടായിരുന്നു, കളഞ്ഞിട്ട് നടക്കുന്ന ചില പാർട്ടികളുണ്ട്. പ്രൈസ് ഗാഡ്. അല്ലേ? അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ എന്ന് പ്രാപിച്ചത്, പണ്ടൊരാളെന്നോട് പിന്നെ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ 97 പ്രാപിച്ചു, 2000 പോയി, 2004 പിന്നെ കയറി വന്നു, 2007 പോയി, 2007 വന്നിട്ട് 2016 പിന്നെ വന്നത്, പിന്നെ 26 വീണ്ടും വന്നത്. ഉണ്ടോ? ഇഷ്ടമുള്ളപ്പോ കയറി ഇറങ്ങി വരാനുള്ള സാധനമല്ല അത് ദൈവകൃപയെന്ന് പറയുന്നത്. ഇത് പോയതാ. നല്ല രാമൻ പറഞ്ഞാട്ടെ. ഇത് തമ്പുരാൻ എടുത്ത്. അതാണ് ഭക്തനായ ദാവീദ് ഒത്തിരി പ്രാർത്ഥന. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ സഹോദരങ്ങൾ, എന്ന് കേട്ടോണേ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിന്ന് എടുക്കല്. ബാക്കി എല്ലാം എടുത്തു. ആമേ. സ്വന്തം മകനെ എടുത്തു, ചോദിച്ചില്ല. സ്വന്തം കുടുംബത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നടന്നു, ഒന്നും ചോദിച്ചില്ല. രാജ്യത്വം എടുത്തോ, കസേര എടുത്തോ, വിഷയമില്ല. പക്ഷെ നിന്റെ ആത്മാവിനെ എന്നിന്ന് എടുത്താൽ ഞാൻ ബിഗ് സീറോയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോയാ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ മീറ്റിംഗ് കണ്ടന്റ് ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇതിനകത്ത് ആർക്കും പാട്ട് പാടാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആർക്കും ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇത്ര നേരം ഇരിക്കാനും പറ്റത്തില്ല. നല്ല രാമൻ പറയാമോ? ഹല്ലേലൂയ. പണ്ട് ആരാധനയ്ക്കിടെ ഇറങ്ങിപ്പോയ ഒരു സഹോദരി അറിയാമല്ലോ. ഇടയ്ക്ക് ഇറങ്ങിപ്പോയ ഒരാളുണ്ടല്ലോ, നവോമി. പോയപ്പോ അച്ഛനും ഉണ്ടായിരുന്നു, 2 ആമക്കളും ഉണ്ടായിരുന്നു. വിളിച്ചിറങ്ങേണ്ട ഒറ്റ പോക്ക്, എനിക്ക് ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഗ്ലോറിയും വേണ്ട, സ്വോത്രം വേണ്ട, ഇറങ്ങി പോകുന്നവരൊക്കെ സൂക്ഷിച്ചോണം, അങ്ങ് ചെല്ലണം. സ്വോത്രം. ഹല്ലേലൂയ. ആമേ. ഭർത്താവ് ഉണ്ടായിരുന്നു, 2 മാമക്കളും ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ അങ്ങ് നവോമി, അവിടുത്തെ മൊത്തം അധികാര നവോമി ആയിരുന്നു. സ്തോത്രം. നവോമി വിളിച്ചോണ്ട് അങ്ങ് പോയി. അവിടെ ചെന്നപ്പോ അച്ഛനും പോയി, 2 കൊച്ചുങ്ങളും പോയി. സ്തോത്രം പറയാമോ? തിരിച്ച് വിധവയായിട്ടാ മടങ്ങി വന്നത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങിപ്പോക്കെന്ന് പറയുന്നത് ചില നഷ്ടങ്ങളുണ്ട്.
നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിൽക്കുന്ന ഇടത്ത് വിശ്വസ്തയോടെ നിന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ നിനക്ക് വേണ്ടി സബലമായ ചില വാതിലുകളെ ദൈവം തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ഇടപെടുകയാ. ചിലരെ നോക്കി ഒരു പ്രവചന സന്ദേശം ഞാൻ അറിയിക്കുന്നു. ഒരു വ്യക്തിയുടെ വാക്കിനകത്തും നിന്റെ തല കുനിയാൻ പാടില്ല. ആമേൻ, ആമേൻ. നിന്റെ തല കുനിക്കാൻ വേണ്ടി ആത്മീയർ അനാത്മീയർ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കൃപ തരണമെന്ന് ഭക്തന്മാരോട് ചേർന്ന് പാടാമോ? ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ രാത്രി പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് മഹത്വം ഇറക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിനെ സംബന്ധിച്ചപ്പോൾ ആ മീറ്റിങ്ങിനകത്തെ മെയിൻ ആളെന്ത് പേരൊന്നും പറഞ്ഞില്ല. നിങ്ങളിപ്പോ ഫോൺ ചെയ്ത് വിളിക്കും, അത് നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ്. സ്തോത്ര. ആമേൻ. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ വീഡിയോ വരണം, ഞങ്ങൾ ആരും വീഡിയോ വരത്തില്ല. ആ സൂമിന്റെ ഒരു പ്രത്യേകതയാണ്. പാസ്റ്റർ ഞങ്ങൾക്ക് കാണണം. ഞാൻ വിചാരിച്ച അങ്ങനെ എന്നെയും കാണണ്ട. കാണാനും വിളി ഗ്ലാമറില്ല, പിന്നെ കണ്ടിട്ടും വിളി പറയാനൊന്നുമില്ല. അതുകൊണ്ട് എന്നെയും കാണണ്ട. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താഴ്ചയോ. ആമേൻ. അപ്പൊ അവരൊരു 10-30 പേരുണ്ട്. അവരാരും വീഡിയോ വരത്തില്ല, സ്തോത്രം പറയത്തില്ല, ഗ്ലോറി വരത്തില്ല. ഇനി അവരവിടെ ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചു നേരം പ്രസംഗിച്ചപ്പോൾ ആരെയും കണ്ടില്ല. 1.5 മണിക്കൂർ പാസ്റ്റർ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 15 മിനിറ്റ് ആയത് സ്തോത്രം പറഞ്ഞ് ഗ്ലോറി പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. അതിനകത്തങ്ങ് ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ ചിലർക്ക് പ്രതികരിക്കുന്നവരുണ്ടോ? കർത്താവിന്റെ സ്തോത്രം ചെയ്യുക. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഒരുമിച്ച് ഇന്ന് രാത്രി പറയട്ടെ, നീ വന്നത് പറഞ്ഞാൽ ബീന എബ്രഹാം കർത്താവിന്റെ മകൾ ഇത് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കർത്താവ് നമ്മെ മാനിക്കും. ഒരു മനുഷ്യന്റെ പ്രൂഫ് വേണ്ട ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെ ശക്തിയോടെ ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിൽ കണ്ടിട്ട് പറയുന്നു, ആമീൻ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. പിന്നെ 2 ക്വാളിഫിക്കേഷനെ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മള് ചില കഴിഞ്ഞ ദിവസം ഒരാളെന്നെ മീറ്റിംഗിൽ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ BTech ആണോ, MD ആണോ, PhD ആണോ, ഡോക്ടറാണോ? സ്തോത്രം. രോഗി എന്ന് വിളിക്കാഞ്ഞ കാര്യമായിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടറാണോ? സ്തോത്രം. ഞാൻ പറഞ്ഞു ഡോക്ടർ ആകുമ്പോ ഞാൻ പറയാം, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് മാറ്റിവെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ PhD-കാരെയാണ് ഇവിടെ ശുശ്രൂഷിക്കാൻ. ഞാൻ പറഞ്ഞു PhD-കാരെ കൂടെ എന്തോ കൊള്ളാം. PhD എന്ന വാക്കിന് അർത്ഥം എന്തോ? എന്താ ബിന്ദു ബൈജു സിസ്റ്റർ, എന്താ PhD? PhD ഫുൾ ഫോം ഞാൻ പറയാം. പ്രഷറാ. ഈ പ്രഷറിന്റെ പ്രഷറിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പണ്ട് അച്ഛനെ സഭയിൽ ചെന്നപ്പോഴത്തേനും മിണ്ടാതിരിക്കുക, കയ്യും കെട്ടി ചുമ്മാതിരിക്കുക. സ്തോത്രം. അച്ഛനോട് ചോദിച്ചു എന്താ പറഞ്ഞു? അച്ഛൻ പറഞ്ഞു PhD ആന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? PhD പറഞ്ഞു. പക്ഷേ 1 പ്രഷർ, H, പിന്നെ ഹാർട്ടിന് ആകപ്പാട് പ്രോബ്ലം, ആകപ്പാട് വലിച്ചു കയറി വെച്ചിരിക്കുക, പിന്നെ ഡയബറ്റീസും, ഇതാ PhD. സ്വത്രം പറയാമോ? അത് PhD ഉള്ളവരൊന്നും മിണ്ടാതിരിക്കരുത്, എല്ലാം സ്വത്രം പറഞ്ഞണം. സ്വത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. PhD-കാർ ഒത്തിരി പേരുണ്ട് അതിനകത്ത്. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ രോഗവും മൊത്തം കേട്ട സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കെട്ടുപൊട്ടിക്കുന്ന പാസ്റ്റർമാരുണ്ടോ? ആ പാസ്റ്റർക്ക് അറിയാമോ? കെട്ടുപൊട്ടിക്കുന്ന പാസ്റ്റർമാരുണ്ട്. എന്തൊക്കെ പേരിന് കേൾക്കണം, കെട്ടുപൊട്ടിക്കുന്ന പാസ്റ്റർമാർ, ബന്ധനം അടിക്കുന്ന പാസ്റ്റർമാർ. ഞാൻ ആത്മാ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണം ചലിച്ച കെട്ടുപൊട്ടും എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. എടാ, ദൈവം കണ്ടവൻ അധരം തുറന്നാൽ അടിയാത്ത ബന്ധനങ്ങൾ അടിയുമെന്ന് അകക്കണ്ണ് തുറക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ആമേ. ഭാരമുള്ള വിഷയമായിട്ട് കടന്നു വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന, നീ ആരാധിച്ചാലും ചിലത് പൊട്ടും, നീ സ്തോത്രം ചെയ്താൽ ചിലത് അഴിഞ്ഞു മാറും. ദൈവാത്മാവ് ശക്തമാറി ഇവന്റെ കെട്ട് അഴിപ്പി, ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭക്തനെ, ഒരു ലാസറിനെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദൈവം ചിലരെ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ ആ വാക്യത്തിലൊക്കെ നമ്മുടെ മടങ്ങി വരാം. 8-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ആമേൻ ആർക്കും അടച്ചുകൂടാ. പിന്നെ നിനക്ക് അല്പമേ ശക്തിയുള്ളവെങ്കിലും, നമുക്ക് എത്രയുള്ള ശക്തി? കർത്താവ് പറയും നമുക്ക് അല്പമേ ശക്തിയുള്ള. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് വലിയ ശക്തി ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞ അല്പമേ ശക്തിയുള്ളെങ്കിലും നിന്നെ ഞാൻ കണ്ട 2 ഗുണമുണ്ട്. ഒന്ന്, എന്റെ വചനം നീ കാത്ത് എന്റെ നാമത്തെ നിഷേധിക്കാത്ത നിനക്ക് വേണ്ടി ഞാൻ എന്റെ വാതിൽ തുറക്കുന്നത്. എത്ര രാമയും പറയും? ഹല്ലേലൂയ. ചുമ്മാതെ ദൈവം വാതിൽ തുറക്കത്തില്ല. ആ ദൈവത്തിന്റെ വചനം നിഷേധിക്കാത്തവരകത്തുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് ഞാൻ നിർത്തിയെന്ന് ഉറപ്പുള്ളവർ സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ.
ഈ വചനത്തിനകത്ത് ഭയങ്കര പവറാ കേട്ടോ. ഈ വചനം വായിക്കുന്നവരുടെ മുഖം കണ്ടാൽ അറിയാം അവര് തീക്കഷണമായിട്ട് ഈ വർഷം ദൈവരെ പുറത്തു കൊണ്ടുവരാൻ പോവാ. വർഷങ്ങൾക്ക് പുറകെ സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ഒരു തീവണ്ടി യാത്ര, ഇന്നാണ് ട്രെയിൻ ആയത്, സ്തോത്രം, അന്ന് തീവണ്ടി എന്ന് പറയുന്നത്, തീവണ്ടി യാത്രയിൽ അദ്ദേഹം പോയ സമയത്ത് ഒരു മന്ത്രവാദിയായ ഒരു മനുഷ്യൻ തന്റെ ആ ബോഗി, തന്റെ സീറ്റിനകത്ത് അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചില മാന്ത്രിക ശക്തികൾ കൊണ്ട് ഒരു കുഞ്ഞിനെ വിരട്ടി ഓടിക്കാൻ തുടങ്ങുകയാ. തന്റെ ഇടക സഞ്ചിക്കകത്ത് കിടന്ന ഒരു മയിൽപ്പീലി താൻ പൊക്കിയെടുത്തിട്ട് സ്തോത്രം തന്റെ അടുത്തിരിക്കുന്ന കുഞ്ഞിന്റെ നേരെ സ്തോത്രം ഹല്ലേലൂയ താൻ ഇങ്ങനെ വെച്ചപ്പോൾ ഈ കുഞ്ഞിന്റെ മൂക്കിനകത്തോട് ചെവിക്കകത്തോട് ബ്ലഡ് പുറത്തു വന്നു. സ്തോത്രം. മന്ത്രവാദത്തിന്റെ ശക്തി വലുതാ. അപ്പൊ ഇത് മനസ്സിലാക്കി കുഞ്ഞ് അലറാൻ തുടങ്ങിയപ്പോൾ സാധു സുന്ദർ സിംഗിന്റെ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ ആ കുഞ്ഞിനെതിരെ പ്രശ്നം ഉണ്ടാക്കാതെ നിത്യരക്ഷ സുവിശേഷം അറിയിക്കുന്ന ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്ന സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഭക്തനായി എനിക്കെതിരെ തനിക്ക് ചെറുവിരലെന്ന് വരട്ടാമെങ്കിൽ താൻ നല്ലവനാണെന്ന് ഞാൻ പറയും എന്ന് പറയും. അപ്പോ ആ അടുത്ത മയിൽപ്പീലി എടുത്തിട്ട് തന്റെ മാന്ത്രിക വടി എടുത്തിട്ട് തനിക്കെതിരെ നീട്ടിയപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, സ്തോത്ര, തന്റെ പോക്കറ്റിൽ ഒരു പേപ്പർ കിടക്കുന്ന കാരണത്താൽ എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. നമ്മുടെ പോക്കറ്റിൽ പേപ്പർ കിടപ്പണം മിക്കവാറും പറ്റിന്റെ പേപ്പർ ആയിരിക്കും, പറ്റ് ബുക്ക് അല്ലേ, അതൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഉപദേശയുടെ സ്തോത്രം പോക്കറ്റിൽ കിടന്ന പേപ്പർ ബൈബിള് തുടങ്ങുമ്പോ പുസ്തക്രമം എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടല്ലോ, പുസ്തക്രമം, അത് കീറി അവിടെ കണ്ടത് അതെടുത്ത് മടക്കി പോക്കറ്റ് ഇട്ടതാ. ചിലര് ബൈബിളിനകത്ത് പുസ്തക്രമം ഇല്ല. ഉൽപ്പത്തി 6-ാം അധ്യായം തൊട്ടേ തുടങ്ങുന്നത്, ബാക്കി മുഴുവനും ഇല്ല, എല്ലാം ചതിലിച്ച് പോയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ബൈബിള് വേണമെങ്കിൽ ബീനാൻഡിയുടെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു, പോയി വായിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ നല്ല ആ പുസ്തക്രമത്തിന്റെ ആ പേപ്പറ് കീറി തന്റെ പോക്കറ്റ് ഇട്ടിരുന്നു. ആ പേപ്പറിന്റെ ശക്തി കൊണ്ട് മന്ത്രവാദിക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ നാളെ ചെന്ന പേപ്പറും കീറിയിട്ട് പറയരുത് റാന്നിന്ന് ഒരു പാസ് ഇങ്ങനെ പറഞ്ഞോണ്ടാ പോകുന്നത്, അതുകൊണ്ട് എല്ലാ പേപ്പറും ഞങ്ങൾ കീറാൻ പോകുന്ന ആരും കീറിയേക്കളത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഒരു താളിനകത്ത് ശക്തി ഉണ്ടെങ്കിൽ ഇതെടുക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശക്തി വലുത്. കൃപ പ്രാപിച്ചൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാൻ പറയുന്നത് ഈ വചനമെടുത്ത നീ തീയാ കേട്ടോ. സ്തോത്രം. നീ വചനമെടുത്ത നിന്റെ മേൽ ഭയങ്കര സാന്നിധ്യമാ കേട്ടോ. അതുകൊണ്ട് ആ എഴുതിയ പേപ്പർ താൻ ആ പേപ്പർ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് സ്തോത്രം താൻ പറഞ്ഞു, ഞാൻ പോക്കറ്റിൽ പേപ്പർ ഇല്ല, ഞാൻ ഫ്രീ ആണ്, തനിക്ക് എന്നെ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹം തന്റെ മാന്ത്രിക വടി തന്റെ ചങ്കിന് നേരെ വെച്ചിട്ട് മന്ത്രവാദത്തിന്റെ ചില ശ്ലോകങ്ങൾ ഓതി തന്നെ തകർക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം വെച്ച വടി തിരിച്ചെടുക്കാൻ കഴിയാതെ ഭാരപ്പെടുകയാ. കർത്താവിന്റെ ദാസൻ സാധു സുന്ദർ സിംഗ് ചോദിച്ചു, എന്താണ് സ്തോത്രം, തനിക്ക് തന്റെ മാന്ത്രിക വടി തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? എന്നേരം പറഞ്ഞൊരു കാര്യം കേൾക്കണോ? ഞാൻ തനിക്ക് നേരെ മാന്ത്രിക വടി വെച്ചപ്പോൾ തന്റെ അകത്തുനിന്ന് ഒരുത്തൻ ഇരുന്ന അങ്ങോട്ട് മാന്ത്രവടി അറ്റം വെച്ച് അങ്ങോട്ട് വലിക്കുക എന്ന് പറഞ്ഞു. ഒരാമയെ പറയാമോ? അപ്പൊ മന്ത്രവാദിക്ക് മനസ്സിലായി നീ തന്നെയല്ല, നിന്റെ അകത്തൊരുവൻ ഉണ്ടെന്ന്. കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ നിനക്കറിയത്തില്ല, പക്ഷെ നിന്നെ വെല്ലുവിളിക്കുന്ന ശത്രുവിനറിയാം നീ തനിച്ചല്ല, നിന്റെ അകത്തൊരുവൻ ഉണ്ടെന്ന്. ആ കൃപയുള്ള അകത്തുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നീ ഏകയല്ല, നീ ഏകനല്ല, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം. ആമേൻ. ഇന്ന് രാത്രിയിലും നിന്റെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം പറഞ്ഞിട്ട് പറ, നിന്റെ നാമത്തെ നിഷേധിക്കാത്തത് കൊണ്ട് അതിന്മേലുള്ള ഒരു അനുഗ്രഹം ഭയങ്കര ഒരു അനുഗ്രഹമാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ചെടു പറയുന്നു, ദൈവനാമത്തെ നിഷേധിക്കാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ ദൈവം നിന്നെയും നിന്റെ സന്തതിയെയും മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുകയാണ്. റീമാന ചൂടാമാനാസിയ അതനഘടക ശംധന രഹസ്യ രാജി ജേക്കബ് ഇന്ന് രാത്രിയിൽ വചനത്തിന് മുമ്പാകെ ഒരു ദൈവിക ദൂത് വിളിച്ചു പറയുക, സന്തതിയെ ചുവരിനകത്ത് ഒതുക്കി കളയാൻ, സന്തതികളെ 4 ചുവരിനകത്ത് ഒതുക്കി കളയാൻ ദുട്ടനിട്ട ചില ശാപബന്ധനങ്ങളെ പരിശുദ്ധാത്മ അറുത്തുമാറ്റി എന്റെ നാമത്തെ നിഷേധിക്കാത്ത രാജി ജേക്കബ് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭയങ്കരമായൊരു സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മ പറയുന്നതിന്റെ സന്തതിയെ എത്തിക്കാനടുത്ത് എത്തിക്കാൻ ദൈവം വിശ്വസ്തന. ഈ ദൂത് കർത്തൃദാസിയോട് പകരുമ്പോൾ ഇന്ന് രാത്രി അതേ അനുഭവത്തിനകത്ത് ഇരിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത്
നെടുവേർപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. നടക്കത്തില്ലെന്ന വിധി പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവികമായ നിലപാടുകൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് രാത്രി പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, നിന്റെ നാമത്തെ നിഷേധിക്കത്തില്ല, നിന്റെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കും. ആമേൻ. പേടി വരുമ്പോ 91 സംഘത്തിനടുത്ത് വായിക്കുന്ന നല്ല പരിപാടി എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഭയം വരുമ്പോൾ 91 സംഘത്തിനും വായിച്ച് അത് കഴിയുമ്പോൾ ബൈബിൾ മടക്കി വെച്ച് പോകുന്ന പരിപാടി അല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മ പറയുന്നു, ആമേൻ, ചിലരുടെ കർത്താവിന്റെ ആത്മ വ്യക്തമായി ഇടപെടുന്നു. എന്റെ നാമത്തെ നിഷേധിക്കാത്തുള്ള അനുഗ്രഹം. ആമേൻ. എന്റെ നാമത്തെ നിഷേധിക്കാത്തുള്ള അനുഗ്രഹം ഇന്ന് രാത്രിയിലും ആമേൻ ശക്തമായി നമ്മുടെ നടുവിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചെറിയ വിഷയം ഞാൻ പറയാം. രാത്രിയിൽ ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊല്ലത്തുനിന്ന് വരുന്ന വഴി രാത്രിയിൽ ഞാൻ സഞ്ചരിച്ച കാറ് കുറച്ചുപേർ കൂടി തടഞ്ഞു. ഞാൻ അവരോട് വഴി ചോദിച്ചതാ. വഴി ചോദിച്ചു, ഇവരെല്ലാം കൊണ്ട് തടഞ്ഞിട്ട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. സ്തോത്രം. ഉപദ്രവിക്കുമെന്നൊക്കെ ആയപ്പോ സ്തോത്രം എന്നോട് കർത്താവിനോട് സംസാരിച്ചു. ഒന്നും നടക്കത്തില്ല. സ്തോത്രം. പക്ഷെ ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു വിടാം. ആമേൻ. നിമിഷങ്ങൾക്കകത്ത് കർത്താവിനകത്ത് ഭയങ്കര ജയം നൽകി. സ്തോത്രം. ഹല്ലേലൂയ. പഴമക്കാരെ പറഞ്ഞില്ല, പഴയ സ്വഭാവം അല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഇങ്ങനെയൊക്കെ യാത്രയിലൊക്കെ ഒത്തിരി പ്രതിബന്ധനങ്ങൾ, രാത്രിയിൽ യാത്രയൊക്കെ കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ മിക്കാരും ഒരു സമയത്തൊക്കെയാണ് ഇവിടെ വരാറുള്ളത്. ദൈവമക്കൾ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ശുശ്രൂഷ. അപ്പൊ അവര് നോക്കിയത് കാര്യം ചോദിച്ചാൽ, എന്നോട് ചോദിച്ചൊരു കാര്യം ചോദിച്ചാൽ, നിങ്ങളുടെ ബൈബിൾ എന്തേലും ചോദിച്ചു. ഞാൻ എന്റെ ബൈബിൾ എടുത്തു കൊടുത്തു. സ്തോത്രം. പക്ഷെ തൊടാൻ ദൈവം അനുവദിച്ചില്ല കേട്ടോ. ഞാൻ പറയുന്നു, ഇന്നും എവിടെയും എങ്ങനെയും ഈ വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഏത് കവലയിൽ നിൽക്കാൻ ഞാൻ ഒരുക്കമാണ്. ആമേൻ. രാമൻ പറയുമ്പോൾ ശക്തിയോടെ, ഈ വചനത്തെ വിട്ടൊരു കേസില്ല. ഈ വചനത്തെ മുറുകെ പിടിച്ച ദൈവം മാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എന്തൊക്കെ അനർത്ഥം നിന്റെ മുമ്പിൽ വന്നാലും വചനത്തെ മുറുകെ പിടിക്കുന്നവരെ കർത്താവ് മാനിക്കും. കർത്താവ് മാനിക്കും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഈ വചനമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഈ വചനമാണ് എന്നെ കൃപയോട് നിർത്തിയത്. ഈ വചനമാണ് എനിക്ക് ആയുസ് തന്നത്. ഈ വചനമാണ് എന്നെ തലമുറയ്ക്ക് മാന്യത നൽകിയത് എന്ന് വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, കർത്താവ് എന്റെ തലമുറയ്ക്കും ഇത് അനുഗ്രഹത്തിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാൻ സന്ധ്യയില് ഈ മീറ്റിംഗിനെ സംബന്ധിക്കുന്നതിന് മുമ്പ് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേർതിരിച്ചപ്പോൾ കർത്താവിനെ സംസാരിച്ചത്, ഹല്ലേലൂയ, ഈ പ്രാർത്ഥന മൂലം ചിലരൊക്കെ നിത്യതയ്ക്കകത്ത് ജീവന്റെ പുസ്തകത്തിനകത്ത് പേരെഴുതുന്ന പ്രാർത്ഥനയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ കാനഡ വിടണം, ദൈവത്തിന്റെ പദ്ധതി, ദൈവം നിന്നെ കാനഡയിൽ വിടും. നിന്നെ യുഎസിൽ വിടാൻ താല്പര്യമാണെങ്കിൽ ദൈവം നിന്നെ യുഎസിൽ വിടും. നിന്റെ ചെറിയ പ്രാർത്ഥന മതി, പക്ഷെ നിന്റെ ലക്ഷ്യം നിത്യതയാണ്. ഒരാമയും പറഞ്ഞാട്ടെ, നിന്റെ ലക്ഷ്യം നിത്യതയാണ്. ഒരാമയും പറഞ്ഞാട്ടെ, ആമേ. സ്വർഗത്തില് നിത്യമായൊരു സ്ഥലത്തേക്ക് തന്നെ ദൈവം തമ്പുരാൻ മാറ്റും. ഹല്ലേലൂയ. 2026 തീരുന്നതിനും ആരൊക്കെ നമ്മളിൽ നിന്ന് മാറ്റപ്പെടും എന്ന് നമ്മൾ അറിയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, എന്റെ നിത്യത ഞാൻ തന്നെ ഉറപ്പിക്കണം. നല്ല രാമൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എനിക്കൊരു നിത്യതയുണ്ട്, എനിക്ക് നിത്യമായൊരു വാസമുണ്ട്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ഭൗമഭവനം അഴിഞ്ഞു പോകുന്ന ഇത് കെട്ടിവെച്ചിരിക്കുന്ന, ഇത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന. രാമൻ പറഞ്ഞാട്ടെ, രാമൻ നല്ലൊരു ചുമച്ചു കഴിഞ്ഞാൽ ആ പടം എല്ലായിടത്തും വേദനയാവും. ഇത് കെട്ടിവെച്ചിരിക്കുന്ന, ഇത് അഴിഞ്ഞു പോകുന്നതാ എന്ന കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അമ്മമാരുണ്ടോ? ഒരാമയും പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ആമേ. പിതാക്കന്മാരോട് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, എനിക്കും നല്ലൊരു വാസസ്ഥലം, കൈപ്പണിയല്ലാത്തൊരു നിത്യമായ വാസസ്ഥലം. ഹല്ലേലൂയ. ഒരിക്കലൊരു ദൈവദാസന്റെ ഓഫറിംഗ് പാത്രത്തിനകത്ത് സഭയിലെ ഒരു പ്രതിപുരുഷൻ കൈയിട്ടു. പറഞ്ഞ ആ സ്തോത്രാഴ്ച ഞാൻ പകുതി കൊണ്ടുവന്നു പറഞ്ഞു. ഉപദേശിയുടെ സ്തോത്രകാഴ്ചക്കെതിരെ കൈയിട്ടു. സ്തോത്രം വിട്ടപ്പോ ആ ദൈവദാസൻ പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിൽ പോകത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ല ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ അറിയാൻ പോകത്തില്ലെന്നറിയാം. എങ്കിലും പോകാൻ തയ്യാറുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്യണം. നല്ല രാമൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. നമുക്ക് നിത്യമായൊരു വാസസ്ഥലമുണ്ട് കേട്ടോ. ആ വാസസ്ഥലേക്ക് പോകാൻ തയ്യാറുള്ളവർ, നിങ്ങൾ ഏത് രാജ്യത്തായാലും നിങ്ങൾക്ക് നന്മ തുറക്കും കേട്ടോ. ഫേബാമോളെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വഴികൾ തുറക്കും. ദൈവം പറഞ്ഞിടത്ത് കർത്താവ് അയക്കും. ദൈവം പറഞ്ഞിടത്ത് അയക്കും. ദൈവം പറഞ്ഞിടത്ത് ദൈവം അയക്കും. ഹല്ലേലൂയ. ദൈവം എവിടെ പറഞ്ഞോ അവിടെ ദൈവം അയക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. കരങ്ങൾ ഉയർത്തുന്ന നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജൂഡാമന എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. ഒരു പേന വാങ്ങിച്ചാൽ അതിന് ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. ഒരു മൊബൈൽ വാങ്ങിച്ചാൽ ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. ഒരു സാധനം വാങ്ങിച്ചാൽ കേടാണെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്ന ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ലാത്ത മനുഷ്യന്റെ പ്രാണന. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. മനുഷ്യന്റെ ആയുസിന് ഗ്യാരണ്ടി ഇല്ല, വാറണ്ടി ഇല്ല. പക്ഷെ എന്ന് നാം മേലോട്ട് പോകുന്നു അന്ന് വരെ കർത്താവിനോട് നിൽക്കാൻ ഹൃദയത്തിനകത്ത് സമർപ്പണമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറ, മരണത്തിന് നീക്കുപോക്കൊക്കെ തന്ന് ഈ കസരെ കൊണ്ട് ഇരുത്തിരിക്കുന്നത് തമ്പുരാന്റെ നന്ദി പാടാനാ കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്രയും ജനത്തെ കർത്താവ് രാത്രി കൂട്ടിവരുത്തിയത് ദൈവത്തിന്റെ മഹത്വമാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാന ചെറു പറയുന്നു, നിത്യതയ്ക്ക് വേണ്ടി നിന്നെ കർത്താവ് ഒരുക്കിയെടുക്കാൻ പോവാ. റെനി പ്രാർത്ഥിച്ച മോളെ, കർത്താവിന്റെ ആത്മാവ് രാത്രി നിന്നെ സ്പർശിക്കുകയാ. ദൈവത്തിന്റെ വാക്തത്വത്തിലേക്ക്, ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക്, ദൈവത്തിന്റെ നിയോഗത്തിലേക്ക്, ദൈവത്തിന്റെ ആത്മാവിനെ ബന്ധപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് അത് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ജെസ്സി സിസ്റ്റർ, ദൈവത്തിന്റെ ആത്മ നിങ്ങൾ ശക്തമായി പറയുന്നു, തമ്പുരാന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു പുതിയ ആയുധമാക്കി നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് പ്ലാൻ. ഒരു പുതിയ ആയുധമാക്കി മാനിക്കാൻ ദൈവം എവിടെയൊക്കെയോ മാറ്റി ഒഴിച്ചു നിർത്തിയെടുത്തും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നാണെങ്കിൽ ദൈവത്തിനെ ഇനി മാനിക്കാൻ പദ്ധതിയുണ്ട്. ലിസി ജോൺ ബാംഗ്ലൂർ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ മകളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിനകത്തുനിന്ന് ദൈവം നിങ്ങളെ വചനത്താൽ പുറത്തു കൊണ്ടുവരാൻ പോകും. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിനകത്ത്, നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതികൂല സാഹചര്യത്തിനകത്തുനിന്ന് ദൈവം നിങ്ങളെ തേജസ്സോടെ പുറത്തു കൊണ്ടുവരും. ഈ പ്രാർത്ഥനയൊക്കെ ദൈവം കാണുന്നുണ്ട്, ഈ യാചന ദൈവം കാണുന്നുണ്ട്. ആമേൻ. നമ്മുടെ കാത്തിരിപ്പ് ദൈവം കാണുന്നുണ്ട്. അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്തൊരു വാഗ്ദത്തം ഉറയ്ക്കുന്ന വർഷമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഞാൻ ഇങ്ങനെ ഒരു ആത്മാവിൽ വെളിപ്പാട് കാണുന്നു. 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് കാലമുണ്ട്. ആത്മാവിൽ ഇങ്ങനെ വെളിപ്പാട് തരികയാ. 4 മാസം ഒരു കാത്തിരിപ്പിന്റെ മാസമാ. 5-ാം മാസം നിങ്ങൾക്കൊരു കൊയ്ത്തിന്റെ നാളുകളുണ്ട്. എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, ഈ വർഷത്തിന്റെ 5-ാം മാസം നിങ്ങൾ പോലും അറിയാത്ത ചില മഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങുന്ന മാസമെന്ന ആത്മാവിരാത്രി ദൂത് പറയുക. ചൂടാമന റഗനഗസിയ. നിങ്ങളുടെ കുടുംബത്തിന്റെ ചിന്തകളെ, പ്രാർത്ഥന വിഷയത്തിലുള്ള മറുപടികളെ ദൈവം കരത്തി തന്ന് മാനിക്കുന്ന നാളുകളെന്ന് ഇന്ന് രാത്രി ഇടപെടുന്നു. 4 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ആത്മാ പറയുന്നത്, 4 മാസം കഴിയുമ്പോൾ നാമെ കൊയ്ത്ത് നാളെ അടുത്തു. കൊയ്ത്തിന്റെ സീസണാ. റീമന ജുഡമന ഹറകച്ചസിയ. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുമെന്ന് ആത്മാവിരാത്രി ഇടപെടുകയാ. എത്ര പേർ പ്രാർത്ഥിക്കാൻ രാത്രി തയ്യാറാകുന്നുണ്ട്? എനിക്കൊരു കൊയ്ത്ത് സീസൺ അടുത്തുകൊണ്ടിരിക്കുക, എനിക്കൊരു കൊയ്ത്തിന്റെ നാളുകൾ അടുത്തുകൊണ്ടിരിക്കുക. കർത്താവദാസൻ പാസ്റ്റർ എബി എബ്രഹാം, കർത്താവദാസനോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അടയപ്പെട്ട വാതിലുകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും, അടയപ്പെട്ട വാതിലുകൾ ഒരു ഭാഗത്ത് സ്തോത്രം നിലനിൽക്കുമ്പോഴും, അടയപ്പെടാത്ത ചില വാതിലുകൾ, ചില മക്കതോന്യ വഴികൾ ഒരു പൗലോസിന് വേണ്ടി തുറന്നതുപോലെ ശ്രേഷ്ഠമായ ചില പദ്ധതിക്കകത്തൂടെ അഭിഷേകത്തിനെ തന്റെ കുടുംബത്തെയും പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നോട് കർത്താവ് രാത്രി പറയുന്നു, ഇന്നലകളിൽ വഴി അടച്ചപട നടുവിൽ, ഇന്നലകളിൽ വേദി അടച്ചപട നടുവിൽ, ഇന്നലകളിൽ ഹല്ലേലൂയ പ്രസംഗ പീഠങ്ങൾ വെട്ടിച്ചൊരിക്കപ്പെട്ട നടുവിൽ അസാധാരണ ദൈവിക വിട എന്നോട് പറയുന്നു, ഒന്നിരുന്നാൽ കൊള്ളാം എന്ന് ചിന്തിക്കുമാർ ദൈവികமான ശുശ്രൂഷ തിരക്കിട്ട ചില നാളുകളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക. 10 പേരെ നിരത്തി വെച്ചാൽ എനിക്ക് 9 പേരും വേണ്ട, ഈ ഒരു ദൈവദാസനെ മതി എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ഭയങ്കര തെരഞ്ഞെടുപ്പിന്റെ സാന്നിധ്യം അങ്ങനെ അഭിഷക്തന്റെ കുടുംബത്തിനകത്തും അഭിഷക്തനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചൂടാമന്റെ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കാലഘട്ടങ്ങളെ ദൈവം തുറക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ചൂടാമന റമന ഹദരഗടകശസിയ അദനഗടക വൈഡപ്രബാല ഹരഗശസിയ. ഈസായ നിന്റെ വീട്ടിനകത്ത് ഞാൻ ഒരുവനെ രാജാവായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കൊരു പ്രവാചകനെയല്ല വേണ്ടത്, എനിക്കൊരു രാജാവിനെയാ. ഒരു രാജാവിനെ പുറത്തു കൊണ്ടുവന്ന് രാജകീയ കസേര കൊടുത്തതുപോലെ അഭിഷക്തന്റെ ദൈവാത്ത പറയുന്നു, ഒരു പെർമനന്റ് ആയ സീറ്റ് ദൈവാത്ത ഒരുക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഒരു സെലക്ടഡ് ആയിരിക്കുന്ന ഒരു സീറ്റ് ദൈവാത്ത ഒരുക്കി മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. 17-ാമത്തെ വയസ്സിൽ ദർശനം പറഞ്ഞതിന്റെ പേര് വീടിനകത്തുനിന്ന് വന്ന ചില അസൂയകളും, വീടിനകത്തുനിന്ന് വന്ന ചില സ്തോത്രം കോപശക്തികളും നിലനിന്നപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർക്കും തുലനം ചെയ്യാൻ കഴിയാത്ത സ്ഥിരമായ രാജകീയ കസേര ഭക്തന് വേണ്ടി ദൈവം മാറ്റിവെച്ചതുപോലെ
ദൈവദാസനെ നീണ്ട നാളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയത്തിന്റെ ചില മറുപടികൾ ദൈവം വെളിപ്പെടും. എന്നോട് ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു. പുബ്ലിയോസ് പ്രമാണിയുടെ പട്ടണത്തിൽ ചെന്നപ്പോൾ പുബ്ലിയോസിന്റെ അപ്പന്റെ പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ചെന്നത്. ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ ചെന്നത്. പക്ഷെ ഒരു വിഷയത്തിന് പ്രാർത്ഥന തുടങ്ങി, പക്ഷെ ആളിന്റെ വരവ് തുടങ്ങി. ഹല്ലേലൂയ. വിശ്രമമില്ലാതെ പലരുടെ തലയെ കൈവയ്ക്കേണ്ടതായിട്ട് വന്നു. ആ ദേശം വിട്ട് പോകുന്നതിന് മുമ്പ് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തു മാനിച്ചു. എവിടെ ചെന്നാൽ ആള് കൂടുന്ന ഒരു ശുശ്രൂഷ കർത്താവ് അങ്ങയുടെ ദാസനം ഇതേ ഭയങ്കരമായിട്ട് ചലിപ്പിച്ചിട്ടുണ്ട്. ആർക്കുമില്ലാത്ത നിയോഗത്തിന്റെ കാഴ്ചപ്പാട്, ആരും പറയാത്ത ചില വിശുദ്ധിയുടെ പദ്ധതിയിലേക്ക് അങ്ങയുടെ ദാസനെ കരം പിടിച്ചുയർത്തും. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നല്ലൊരു ഹാലലൂയ പറഞ്ഞാട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ വ്യക്തമായി ഇടപെടുകയാണ്. നീ പോലും അറിയാത്ത വാതിൽ നിന്റെ മുമ്പിൽ കർത്താവ് തുറക്കാൻ പോൾ. ഷീജ സിബി പ്രാർത്ഥിച്ചാട്ടെ. മകളെ, നീ കത്തിക്കരിഞ്ഞിരിക്കുന്ന അവസ്ഥകളാണ്. നീ ഉടയ്ക്കപ്പെട്ട ഒരു പാത്രമെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുക. നീ ഉടഞ്ഞുപോയൊരു പാത്രമെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. എന്ന് പറയുന്നു കർത്താവിന് ഇങ്ങനെ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്തെ ചില വിഷാദങ്ങളെ മാറ്റി, നിന്റെ ജീവിതത്തിലെ സങ്കടകരമായ ചില പ്രശ്നങ്ങളെ മാറ്റി നിനക്ക് വേണ്ടി ഒരു വാതിലെ ദൈവം തുറക്കും. ഒറ്റ കാര്യം കർത്താവ് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, എന്റെ നാമത്തെ നീ മുറുകെ പിടിച്ചോണം, എന്റെ വചനം നീ നിഷേധിക്കരുത്. ആമേൻ. എത്ര പേര് ആമേൻ പറയും? വചനം നിഷേധിക്കാത്തവരെ ദൈവം അത്ഭുതമായി മാനിക്കാൻ പോകുക. എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ എടുത്ത് വചനം എറിയരുത്. ചിലരുടെ ബൈബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വതന്ത്ര ടി വി സ്റ്റാൻഡിന്റെ അടിയിലും ഫ്രിഡ്ജിന്റെ മേളിലും ഇനി എവിടൊക്കെ വെക്കുന്ന പോലും അറിയത്തില്ല. സ്തോത്രം. ആമേൻ. വചനം വെക്കാനൊരു സ്ഥലമുണ്ടെങ്കിൽ നിന്നെ ഇരുത്തേണ്ട അടുത്ത് ദൈവം ഇരുത്തും. നല്ലൊരു ഹാലലൂയ പറഞ്ഞാട്ടെ. ഹാലലൂയ. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബുക്സ് ഉണ്ടെങ്കിൽ ബൈബിളാണ്. എനിക്ക് തന്നെ ഏകദേശം 5-6 ബൈബിളുണ്ട്. ആരും ചോദിക്കരുത്, എനിക്ക് യൂസ് ചെയ്യുന്നല്ല ബൈബിളാണ്. സ്തോത്രം. എന്റെ വൈഫിനും ഉണ്ട്, കുഞ്ഞുങ്ങൾക്കും ഏറ്റവും കൂടുതലുള്ള പുസ്തകങ്ങൾ ബൈബിളാണ്. സ്തോത്രം. ഇത് എവിടെ ചെന്നാൽ ഏതെങ്കിലും നല്ല ബൈബിൾ കണ്ടാൽ ഉടനെ വായിക്കും. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ബൈബിള് എടുത്തറിയണ സാധനമല്ല. വചനം വെക്കേണ്ടടുത്ത് വെച്ചാൽ നിന്നെ ഇരുത്തേണ്ടടുത്ത് ദൈവം ഇരുത്തും. ഞാനൊരു ദൂതോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിന്നാൽ നിന്നെ കർത്താവ് രാജ്യങ്ങളെ മാനിക്കുമെന്ന് ആത്മാവ് രാത്രി ഇടപെടുകയും ഒരാമേൻ പറഞ്ഞാണ്ട്. എനിക്കറിയാം ഇതിനകത്ത് ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരുണ്ട്, കർത്താവിന്റെ ദാസന്മാരുണ്ട്. നിങ്ങളുടെ മുമ്പില് ഞാൻ വെറും സ്തോത്രം ആമേൻ ഒത്തിരി ആമേൻ സ്തോത്രം ആമേൻ ജൂനിയറാണ്. ഞാൻ ആത്മാവിൽ ആ വിധേയത്വത്തിൽപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ ഈ വർഷം നിന്റെ ജീവിതത്തെ ഭയങ്കര വിടുതലായിരിക്കും. ആത്മാവിൽ ദൈവദാസിമാരോട് പരിശുദ്ധാത്മാവിന്റെ രാത്രി വിധേയത്വമുള്ളവനെ ദൈവം മാനിക്കും. എത്ര രാമൻ പറയും? വിധേയത്വമുള്ളവനെ ദൈവം മാനിക്കും, താഴുന്നവനെ ദൈവം മാനിക്കും. ഉണർവിന്റെ കാലഘട്ടങ്ങൾ ദൈവം ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ആരംഭിക്കും. രക്തത്താലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെക്കാൾ 1 വയസ്സിനെങ്കിലും പ്രായം കൂടിയത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ മാനിക്കാൻ നമ്മുടെ അകത്തൊരു ചിന്തയുണ്ടെങ്കിൽ കുഞ്ഞെ, നിന്നെ പോലെ ഭാഗ്യവൻ വേറെ ആരുമില്ല. നിനക്കുള്ള വിലയും ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. ഹാലലൂയ. രക്തത്താലും വചനത്താലും ചെയ്യും. ആമേൻ. ഹാലലൂയ. രക്തത്താലും വചന പ്രായമുള്ള അമ്മച്ചമാരെ കയറി സഹോദരി എന്ന് വിളിക്കുന്ന ഒരു കാലമായി ഇത്, സിസ്റ്ററെ എന്ന് വിളിക്കുന്ന ഒരു കാലമായി ഇത്. ഹാലലൂയ. അവരെ മാനിക്കാൻ ഒരു വിധേയത്വത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി മാനി. ഷൈനി ജോർജ് എന്ന് പ്രാർത്ഥിച്ചോണേ, സിനിമോൾ ഒന്ന് പ്രാർത്ഥിച്ചോണേ. കർത്താവ് നിങ്ങളെല്ലാം സ്പർശിക്കുക കേട്ടോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ഇറക്കുക. സുനി വയനാട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ മോളെ, പ്രാർത്ഥിച്ചാട്ടെ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഈ ചില കുടുംബങ്ങളെ കർത്താവിന്റെ ഭയങ്കര ഫേവറിനകത്തോട്ട് കയറ്റാൻ പോവാ. ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവരകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ സുനിത ബിനോയ് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി തൊടുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുന്ന വ്രതാവല്ല, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക. വത്സമ ജോൺ പ്രാർത്ഥിച്ചാട്ടെ. സൂസൻ ബിജു പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെയൊക്കെ വ്യത്യസ്ത നിലവാരത്തിൽ യൂസ് ചെയ്യാൻ പോകുക. പരിശുദ്ധാത്മാവിനാൽ ഒരു ആവരണ പട്ടിക പോലെ ദൈവത്തിനെ നിറയ്ക്കുന്ന രാത്രിയാ. ഈ മീറ്റിങ്ങിനകത്ത് ഇന്ന് രാത്രി ജോയിൻ ചെയ്ത സകലരമീതെ ദൈവത്തിന്റെ ഭയങ്കരമായ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.
എന്റെ വചന ഭാഗത്തുനിന്ന് വിരാമം കുറിക്കുന്നു. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. നമുക്കെല്ലാവരും അറിയാവുന്നൊരു വാക്യമാണെങ്കിലും പത്മോസിന്റെ നടുവിൽ ഒതുക്കപ്പെട്ടവനെ ദൈവം മാനിച്ചെങ്കിൽ ഇതിനകത്ത് എവിടെയൊക്കെയോ പത്മോസിനകത്ത് കിടക്കുന്ന ചിലരുണ്ട്. ദൈവം നിങ്ങളെ രാജകീയമായിട്ട് മാനിക്കാൻ പോവുക. നിങ്ങളെ നിർത്തേണ്ടിടത്ത് ദൈവം നിർത്തും. നിങ്ങളെ ഉപയോഗിക്കേണ്ടിടത്ത് ദൈവം ഉപയോഗിക്കും. ഒരു വാക്ക് കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ രാത്രിയില് നമ്മോട് വ്യക്തമായി സംസാരിക്കണം. വചനത്തിന്റെ മേടുകൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് അടുത്ത ദിവസം നടക്കുന്ന ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസിമാർ, ദൈവത്തിന്റെ ദാസന്മാർ ഒരു തീക്കഷണമായി ഇവിടെ നിന്ന് കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിനായി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജനത്തെ ഞാൻ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വം ചുമക്കുന്നതിനകത്തുണ്ടമ്മ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ വലിയ മഹത്വത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ സബലമായ ഒരു വാതിൽ തന്റെ മക്കൾക്ക് തുറക്കട്ടെ. ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആരും അടയ്ക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, നിന്റെ സാന്നിധ്യം ഈ മീറ്റിങ്ങിനകത്ത് വ്യാപരിക്കണം. കടന്നു വന്ന ജനത്തിന് മീതെ സാന്നിധ്യം ഇറങ്ങണം. എല്ലാ പൈശാചിക മേഖലകളും തകർന്നു മാറാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യണം. കൃപയാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും രാത്രിയിൽ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്നതിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെയും കുടുംബമായിട്ട് വഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസി ബീനാജയന്റിക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം വെച്ചാൽ വീണ്ടും കാണുന്നവരെ കൃപയിൽ നമ്മെ മറയ്ക്കട്ടെ. കർത്താവ് സഹായിക്കും. മൈ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.